Bless the Lord, O my soul, bless His holy name. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നാം ഒരുപക്ഷെ ചുറ്റും നോക്കുമ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം. പാൻഡമിക് ഈസ് റൈസിങ് അറ്റ് വൺ ഹാൻഡ്, റെയിൻസ് ആൻഡ് ഫ്ലഡ്സ് ഓൺ ദി അതർ ഹാൻഡ്. പക്ഷേ ദൈവമക്കളെ, there's only one solution for any situations in life. അതെ, ഏത് സാഹചര്യത്തിനും പ്രതിവിധി ഒരാൾക്ക് മാത്രമേ നൽകാൻ കഴിയത്തുള്ളൂ, and that is Jesus Christ. And we are here today morning to worship this Savior, Jesus Christ. Welcome all of you to our Sunday service. ഒരിക്കൽ കൂടെ നിങ്ങളെ എല്ലാവരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞായറാഴ്ചത്തെ നമ്മുടെ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒറ്റയ്ക്കായിരിക്കാം, കുടുംബത്തോടെ ആയിരിക്കാം, ടിവിയിൽ, ലാപ്ടോപ്പിലോ ഫോണിലൂടെയൊക്കെ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ കാണുന്നത് എങ്കിലും ഞങ്ങൾ പറയട്ടെ, you are all precious for Jesus and God can speak to you wherever you are. Whatever medium you are watching, Jesus can still speak to you. So let us be ready and open to receive from the Lord this morning. ഇന്ന് പകൽ ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ. പ്രാർത്ഥനയോടെയും ഉറപ്പോടും കൂടെ നമുക്ക് ആരാധനയിലേക്ക് കടക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് പകൽ ഒരുമിച്ച് ഞങ്ങൾക്ക് കൂടുവാൻ ദൈവം ഇടയാക്കി തീർത്ത ഈ കൃപയോർത്ത് സ്തുതിക്കുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലമെങ്കിലും കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമായുള്ളതിനാൽ സ്തോത്രം. അങ്ങയുടെ വചനം പറയുന്നല്ലോ, ഇഫ് ഐ ആം ഫോർ യു ഹൂ കൻ ബി അഗൈൻസ്റ്റ്. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് അനുകൂലമാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. കർത്താവിന്റെ വചനത്തെ ഞങ്ങളെ കേൾപ്പിക്കണം. ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Thank you, Jesus, for this opportunity, and thank you so much, God Father, for your protection, covering, and your provision upon our lives. We give you all the glory and honor. In Jesus' name we pray. Amen. ദൈവമക്കളെ, ദൈവം ഒരിക്കലും നിങ്ങളെ കൈവിട്ടിട്ടില്ല. God will never forget you. God is mindful of you. ദൈവം നിങ്ങളെ ഓർക്കുന്നു, ദൈവം നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. May God speak to us this morning. So let's praise and worship Jesus as we start off our service. By faith,
എന്നേക്കുമായി അതിവേഗത്തിലോടിപ്പോകും നിന്റെ എതിരുകൾ എന്നേക്കുമായി. പഴിയും ദുഷിയും വന്നിടുമ്പോൾ ഭാരങ്ങൾ നിന്നിൽ ഏറിടുമ്പോൾ പഴിയും ദുഷിയും വന്നിടുമ്പോൾ ഭാരങ്ങൾ നിന്നിൽ ഏറിടുമ്പോൾ തളർന്നു പോകരുതേ നീ തളർന്നു പോകരുതേ തളർന്നു പോകരുതേ നീ തളർന്നു പോകരുതേ അതിവേഗത്തിലോടിപ്പോകും നിന്റെ എതിരുകൾ എന്നേക്കുമായി അതിവേഗത്തിലോടിപ്പോകും നിന്റെ എതിരുകൾ എന്നേക്കുമായി. ബലഹീനെന്നു നീ കരുതിടുമ്പോൾ കൃപമേൽ കൃപയവൻ പകർന്നിടുമേ. ബലഹീനെന്നു നീ കരുതിടുമ്പോൾ കൃപമേൽ കൃപയവൻ പകർന്നിടുമേ. തളർന്നു പോകരുതേ നീ തളർന്നു പോകരുതേ തളർന്നു പോകരുതേ നീ തളർന്നു പോകരുതേ അതിവേഗത്തിലോടിപ്പോകും നിന്റെ എതിരുകൾ എന്നേക്കുമായി
സ്തുതിക്കുന്നു നാഥ. ഈ കർത്താവ് സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു പിതാവേ. അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങേ പാടി സ്തുതിക്കുവാൻ കൃപ നൽകിയല്ലോ, അതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നീ രാജാതി രാജാവ്, നീ കർത്താതി കർത്താവ്, നീ സൈന്യങ്ങളുടെ ദൈവമാം യഹോവയാം ദൈവമാകിയ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ദൂതന്മാർ നിന്റെ കർത്താവെ പാടി വാഴ്ത്തുന്നല്ലപ്പ. ഞങ്ങൾ അതിനായി നന്ദി പറയുന്നു. കൃപ നൽകണമേ, കൃപ നൽകണമേ അപ്പ. താങ്ക് യു ജീസസ്. മന്ത്രിയാം ദൈവം, നിത്യനാഥനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹ. അവനത്ഭുത മന്ത്രിയാം ദൈവം, നിത്യനാഥനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. Thank you, Jesus the Lord. സാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. നന്ദി കർത്താവേ, നന്ദി യേശു. ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. Our God is good, He is wonderful, He is mighty, He is a miracle worker and He is a way maker. ദൈവം നിങ്ങളെല്ലാവരെയും അധികമായി അനുഗ്രഹിക്കട്ടെ. Throughout the week there are meetings that is happening. You can connect with us. അതിനെക്കുറിച്ച് പെട്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ ഹാർപ്പ് ആൻഡ് ബൗൾ മോർണിംഗ് ഡിവോഷൻ is happening at 7 o'clock. പുതുതായി നമ്മളൊരു സീരീസ് പഠിക്കുന്നു, The Bible Heroes. So do not miss it. തുടർന്നുള്ള സൂം മീറ്റിംഗുകളെ കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ചൊവ്വാഴ്ചകളിൽ നമുക്ക് രാവിലെ ലേഡീസ് മീറ്റിംഗ് ഉണ്ട്.
And in the evenings we have King's Daughters. On Wednesdays വൈകുന്നേരം ബൈബിൾ സ്റ്റഡി ഉണ്ട്. വെള്ളിയാഴ്ചകളിൽ രാവിലെ ഉപവാസ പ്രാർത്ഥനയും, ശനിയാഴ്ചകളിൽ രാവിലെ King's Daughters once again, and in the evening we have Exodus youth service that is happening. ഈ പറയപ്പെടുന്ന മീറ്റിങ്ങുകളെല്ലാം Zoom പ്ലാറ്റ്ഫോമിലാണ്. അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ the official number is displayed. You can take down that number and message us so that we can send you these links. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 4 മുതൽ 12 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി Exodus ജൂനിയർ ചർച്ചിന്റെ ഒരു എക്സ്ക്ലൂസീവ് സെഷൻ നമ്മുടെ മെയിൻ സർവീസിന് തൊട്ട് ശേഷം നടക്കുന്നു. അത് കുഞ്ഞുങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ തന്നെ ടീനേജേഴ്സിന് വേണ്ടി Zoomൽ ടീൻ സർവീസ് നടക്കുന്നുണ്ട്. Connect with your respective leaders so that you won't miss those meetings. Throughout the week we have cell meetings that is happening on the Zoom, so make sure that you connect with your cell group leader and be a part of that as well. Moreover, any information that you need regarding any of these meetings, feel free to message us or call us so that we can connect with you and let you know about these details. ദൈവമക്കളെ, now it's time to give to the Lord. നമുക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള അവസരമാണ്. whatever that we have is been given to us by God. നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഓൺലൈൻ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിലുള്ള ഡീറ്റെയിൽസ് സ്ക്രീനിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് നോട്ട് ചെയ്യാം. ഒരു പാട്ട് പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് let's take up our tithes and offering because God loves a cheerful giver. വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോർ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിലെ സന്തോഷം ബലം നമുക്ക് യാവരും തൻ തിരുസന്നിധിയിൽ. യാഗിലെ സന്തോഷം ബലം നമുക്ക് യാവരും തൻ തിരുസന്നിധിയിൽ. ആത്മപൂർണരായി ദിനവും നാം പാടി വാഴ്ത്തി സ്തുതിച്ചിടുക. നാം പാടി വാഴ്ത്തി സ്തുതിച്ചിടുക. നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോർ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. നാൾ തോറും താൻ ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വഹിച്ചതിനാൽ. നാൾ തോറും താൻ ചെയ്ത നന്മകൾക്കായി നമ്മുടെ ഭാരങ്ങൾ വഹിച്ചതിനാൽ. വന്യനാം പിതാവിനെ നാം നന്ദിയോടെ സ്തുതിച്ചിടുക. നാം നന്ദിയോടെ സ്തുതിച്ചിടുക. നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോർ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. നാനാവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ. നാനാവിധ പരിശോധനകൾ നാലുപാടും നമ്മെ മൂടിയപ്പോൾ. താങ്ങി തൻ കൃപാകരത്താൽ നാം നന്ദിയോടെ സ്തുതിച്ചിടുക. നാം നന്ദിയോടെ സ്തുതിച്ചിടുക. നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോർ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. താൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം. വൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു. തൻ കൃപയാൽ രക്ഷ പ്രാപിച്ചു നാം. വൻ കൃപയിൽ നമ്മെ സൂക്ഷിക്കുന്നു. കൃപ കൃപ എന്നാക്കുകൊണ്ട് കൃപാസനത്തോടാടുത്തിടുക. കൃപാസനത്തോടാടുത്തിടുക. നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോർ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. ഇന്നയോളം പ്രിയൻ തൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാൽ. ഇന്നയോളം പ്രിയൻ തൻ കൃപയിൽ കൺമണി പോൽ നമ്മെ കാത്തതിനാൽ. പൊന്നുനാമമുയർത്തി മോദാൻ നാം നന്ദിയോടെ സ്തുതിച്ചിടുക. നാം നന്ദിയോടെ സ്തുതിച്ചിടുക. നാം വിമുക്തന്മാർ ദൈവകൃപ ലഭിച്ചോർ യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക നാം. യാഗിൽ സന്തോഷിച്ചാനന്ദിച്ചാർക്കുക
ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. മേ ഗോഡ് ബ്ലെസ് ഓൾ ദോസ് ഹു ജനറസ്ലി ഗേവ് ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. നമുക്ക് വചനത്തിൽ നിന്ന് കേൾക്കുവാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പ് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ത്രൂ ഔട്ട് ലാസ്റ്റ് വീക്ക് വി ഹേർഡ് സോ മെനി സാഡ് സ്റ്റോറീസ് ആൻഡ് സാഡ് ന്യൂസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്, ഈവൻ ഇൻ അവർ ഓൺ ലാൻഡ്. ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് മാറ്റുവാൻ കഴിയാത്തതായിട്ടൊന്നുമില്ല. പ്രെയർ ഈസ് ദ കീ. ഏറ്റവും പുരാതനവും ഏറ്റവും ശക്തവുമായ ആയുധമാണ് പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അടുത്തിരിക്കുന്ന ആളുടെ കൈയൊക്കെ പിടിച്ച് നമുക്കൊരു വാക്ക് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാം. അല്ല, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒരുമിച്ചായിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് അല്പസമയം പ്രാർത്ഥിക്കാം. ലെറ്റ്സ് പ്രേ ടുഗെദർ. Father, we just want to pray together in the name of Jesus. Father, we pray that you are a God who can change situations and circumstances. കാലവിധികളെ മാറ്റുവാൻ കഴിയുന്നത് അങ്ങയ്ക്ക് മാത്രമാണെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. Father, we pray that you will change situations. കർത്താവേ, ദുരന്തങ്ങൾ മാറിപ്പോകട്ടെ, അസുഖങ്ങൾ മാറിപ്പോകട്ടെ, രോഗങ്ങൾ മാറിപ്പോകട്ടെ, പ്രയാസങ്ങളും ദുരിതങ്ങളും മാറിപ്പോകട്ടെ, ആക്സിഡന്റുകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ we declare peace upon our land. We declare peace upon our nation. We declare peace upon the nations of the world, oh Father. കർത്താവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. Father, we want to pray for our climate. കർത്താവേ, ഞങ്ങൾക്ക് ആവശ്യമായ മഴ മാത്രം അങ്ങ് നൽകി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം ഒരു ബുദ്ധിമുട്ടുകൾ കർത്താവ് ആർക്കും ഉണ്ടാവരുമെന്ന് പ്രാർത്ഥിക്കുന്നു. We pray for those people who are living near the mountain regions. കർത്താവേ, ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ കർത്താവ് we pray for a protection, oh Father. കർത്താവേ, ഞങ്ങൾ അവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ വലിയ സമാധാനം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Father, we pray for people who are going through debts. കർത്താവേ, കടഭാരങ്ങൾ അനുഭവിക്കുന്നവര്, എസ്പെഷ്യലി ഫൈനാൻഷ്യൽ ക്രൈസിസ് അനുഭവിക്കുന്നവർ, ഈ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ബിസിനസിന്റെ മേലെ, ജോലിയുടെ മേലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. all our children who is part of this online education, കർത്താവ്, അവരെല്ലാം അവരുടെ ഹെൽത്തിനെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ മെന്റൽ ഹെൽത്തിനെയൊക്കെ ഞങ്ങൾ കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. Father, we pray for entire families of our church, Father. Every single person who is in town and out of our town, God, Father. പുറത്തു പോയി പഠിക്കാൻ പോയിരിക്കുന്നവർ അവരെല്ലാം ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. ജോലിക്ക് വേണ്ടി പോയിരിക്കുന്നവർ അവരെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ മേലെല്ലാം യേശുവിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാവണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Father, we declare a wall of protection upon every single person of our church and all the families of our church, God, Father. പ്രായമുള്ളവരെ, കുഞ്ഞുങ്ങളെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ അധികമായി കർത്താവിൽ ഒരുക്കപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാലം എന്തെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Help us to prepare ourselves as your coming is at hand, O God. Father, cleanse us and sanctify us and make us more like you in these days, Lord. കർത്താവിനെ പോലെ ആകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Give us compassion and kindness, God, Father. അതുകൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ വചനത്തിൽ ഞങ്ങൾ കേൾക്കുമ്പോൾ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണം. കർത്താവേ, make our hearts a good soil to receive. കർത്താവേ, അത് റിസീവ് ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. We cancel every prejudice. We cancel every confusion. We cancel every wrong understandings of Father, every wrong mindsets, God. We change those mindsets in Jesus' name, God, Father. And we come to you with humility. We declare humility upon the people who are listening so that we'll be able to perceive and receive from the word of God. Speak to us, God. Thank you, Jesus, for this time once again. We give you all the glory. In Jesus' name we pray. ആമേൻ. പ്രാർത്ഥനയോടെ തന്നെ നമുക്കായിരിക്കാം. ദൈവം നമ്മളോട് സംസാരിക്കട്ടെ. ഇന്നത്തെ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരും. May this word transform our life completely. അതുകൊണ്ട് പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. Let's receive from the word together. Greetings to all of you in the beautiful name of Jesus. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും വന്ദനങ്ങൾ. Psalm 34 verse 1 says like this. 34-ാം സങ്കീർത്തനം അതിന്റെ 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു. I will bless the Lord at all times. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. And his praise shall continually be in my mouth. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. Amen. ആമേൻ. Hallelujah. Hallelujah. Let us bless the Lord. Hallelujah. കർത്താവിന്റെ നാമത്തെ മഹിമപ്പെടുത്താം. And verse 3 says, "Oh, magnify the Lord with me." അവിടെ 3-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവിൻ. Let us exalt his name together. അതെ, ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ നമുക്ക് മഹിമപ്പെടുത്താം. We have been worshiping and giving praise, adoration to our King of Kings and the Lord of Lords. രാജാതിരാജാവും കർത്താവുമാകുന്ന യേശുവിനെ നമ്മൾ ആരാധിക്കുകയും മഹിമപ്പെടുത്തുകയും ചെയ്യുകയാണ്. Hallelujah. Hallelujah. Our nation will experience a mighty outpouring of the Holy Spirit in these days. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്ക് നമ്മുടെ ദേശം അഭിമുഖീകരിക്കാൻ പോകുകയാണ്. Amen. Amen. It is already happening and we will see a greater outpouring. അതെപ്പോഴേ സംഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ആ വലിയൊരു കവിഞ്ഞൊഴുക്ക് ഈ ദിവസങ്ങൾ നമ്മൾ കാണാൻ പോവുകയുമാണ്. Amen. Amen. Let us see by faith and declare and exalt the name of the Lord. വിശ്വാസത്താൽ നമുക്കത് കാണാം. അത് കണ്ടുകൊണ്ട് ദൈവത്തിന്റെ നാമത്തെ നമുക്ക് മഹിമപ്പെടുത്താം, ഉയർത്താം, വാഴ്ത്താം, പുകഴ്ത്താം. Shall we lift up our hands and give glory to him? നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നമുക്ക് Exalt his name together. യേശുവിന്റെ നാമത്തെ ഒരുമിച്ച് നമുക്ക് പ്രകീർത്തിക്കാം. Oh, we worship you, Lord. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. We worship you, Lord Jesus. For thou, O Lord,
art high above all the earth. Thou art exalted far above all God. For of, O Lord, art high above all the earth. Thou art exalted far above all God. Shall we sing? We exalt thee, Lord. We exalt thee. We exalt thee. We exalt thee. Oh Lord, shall we sing together? We exalt thee. We exalt thee. We exalt thee, oh God. Amen. Hallelujah. Hallelujah. The name of Jesus is the name above every name. സകല നാമത്തിനും മേലായ നാമമാണ് യേശുവിന്റെ നാമം. At the name of Jesus, every knee shall bow one day. യേശുവിന്റെ നാമത്തിന് മുൻപാകെ എല്ലാ മുട്ടും ഒരു ദിവസം Every മടങ്ങും. tongue will confess that Jesus Christ is Lord. യേശു മാത്രം കർത്താവെന്ന് എല്ലാ നാവും ഏറ്റുപറയുവാനിടയാകും. Hallelujah. Hallelujah. Amen. Amen. We just need to believe the promises of God's word ആ ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദാനങ്ങളെ നാം വിശ്വസിക്കുക മാത്രം വേണ്ടു. over our life and over our nation. നമ്മുടെ ജീവിതത്തിന് മേലും രാജ്യത്തിന്റെ മേലും നാം അത് വിശ്വസിക്കണം. Whatever God has spoken into our lives ദൈവം എന്തൊക്കെ നമ്മുടെ ജീവിതങ്ങളിലെ നോക്കി സംസാരിച്ചു concerning our family, നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ച്, concerning church, നമ്മുടെ സഭയെ സംബന്ധിച്ച്, concerning our city and nation, നമ്മുടെ രാജ്യത്തെയും നമ്മുടെ പട്ടണത്തെയും സംബന്ധിച്ച് ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും believe in the promises of ആ God. ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളിലും നാം വിശ്വസിച്ചാൽ His word is true ദൈവത്തിന്റെ വചനം അത് and സത്യമാണ്. God is faithful to His promises. ദൈവം തന്റെ വാഗ്ദാനങ്ങളോട് വിശ്വസ്ത ദൈവവും If you കൂടിയാണ്. believe, clap your hands and give glory to നിങ്ങൾ Jesus. വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തെ കരങ്ങൾ അടിച്ച് മഹത്വപ്പെടുത്തിയാണ്. We declare to the south, to the north, to the east and the west that Jesus Christ is Lord. എല്ലാ ദിക്കുകളെ നോക്കി നാം പ്രഖ്യാപിക്കുകയാണ് യേശു മാത്രം കർത്താവ്. Hallelujah. ഹല്ലേലൂയ. My dear people of God, we live by faith and not by sight. എന്റെ പ്രിയ ദൈവജനമേ, നാം ജീവിക്കുന്നത് കാഴ്ചയാലെ അല്ല വിശ്വാസത്താലെയാണ്. Amen. Amen. Hallelujah. Hallelujah. And we see with our spiritual eyes നമ്മുടെ ആത്മീക കണ്ണുകൾ കൊണ്ടാണ് നാം കാണുന്നത്. the promises is going to happen. ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് നിവർത്തീകരിക്കപ്പെടാൻ പോവുകയാണ്. Amen. Amen. Hallelujah. Hallelujah. The vision we see by faith means we have a vision. നാം വിശ്വാസത്താൽ കാണുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു ദർശനമുണ്ടെന്നാണ്. And God is faithful. അതെ, ദൈവം തീർച്ചയായും വിശ്വസ്തനാണ്. The vision has an appointed time. ദർശനത്തിന് ഒരു അവധി വെച്ചിട്ടുണ്ടെന്ന് That ഓർക്കുക. right time, that appointed time, the Lord will release it. തക്ക സമയത്ത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സമയത്ത് തന്നെ ദൈവം അതിന് നിവർത്തീകരണം കൊണ്ടുവരും. Amen. Amen. We believe all India, all nations, the whole earth shall be filled with the knowledge of the glory of God. നാം വിശ്വസിക്കുന്നു സകല ഭൂമിയും സകല രാജ്യങ്ങളും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയപ്പെടാൻ പോവുകയാണ്. And we believe India will experience a great outpouring of the Holy Spirit. അത് മാത്രമല്ല, നാം വിശ്വസിക്കുന്നു ഭാരതം പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവിനാൽ നിറയപ്പെടാൻ പോകുന്നു. Because the Bible says that. കാരണം ബൈബിൾ വ്യക്തമായി ഇത് പറയുന്നു. The last days I will pour out my spirit upon all flesh. അന്ത്യനാളിൽ സകല ജഡത്തിന്റെ മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന്. And this gospel of the kingdom shall be preached in all the nations. ദൈവത്തിന്റെ രാജ്യത്തിന്റെ സുവിശേഷം അത് എല്ലാ ദേശങ്ങളിലും പ്രസംഗിക്കപ്പെടും. And then the end will come. അപ്പോൾ അവസാനം വരുവാനും ഇടയാകും. Amen. Amen. And we see this, we believe this promise. നാം ഈ വാഗ്ദത്തത്തെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. That's why we pray. അതുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നത്. That's why we proclaim. അതുകൊണ്ടാണ് നാം പ്രഖ്യാപിക്കുന്നത്. Hallelujah. Hallelujah. If you believe, clap your hands and give glory to Jesus. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ കരങ്ങൾ അടിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിച്ചാൽ. Our faith is not a blind faith. നമ്മുടെ വിശ്വാസം അത് അന്ധമായ ഒരു വിശ്വാസമല്ല. Our faith is based on the truth.
നമ്മുടെ വിശ്വാസം അത് സത്യത്തെ ആസ്പദമാക്കിയുള്ളതാണ്. And we all know that truth is a person. നമുക്കറിയാം സത്യം ഒരു വ്യക്തിയാണ്. Jesus said, I am the way, the truth, and the life. യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. No one can reach Father unless through Jesus. ആർക്കും പിതാവിന്റെ അടുക്കൽ യേശു കൂടാതെ എത്തിപ്പെടുവാൻ കഴിയില്ല. Amen. Amen. Hallelujah. Hallelujah. So this word of God is truth. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം അത് സത്യമാണ്. And he is faithful to his word and to his promises. ദൈവം തന്റെ വാഗ്ദാനങ്ങളോടും തന്റെ വചനത്തോടും വിശ്വസ്ത ദൈവം കൂടിയാണ്. Amen. Amen. How can we be so sure about that? എങ്ങനെയാണ് നമുക്ക് ഇത്രമാത്രം ഉറപ്പുള്ളവരായി നിൽക്കാൻ കഴിയുന്നത്? Just look at the Bible prophecies. വചനത്തിലെ പ്രവചനങ്ങളെ ഒന്ന് നോക്കുക മാത്രം വേണ്ടു. Prophecies regarding the great kingdoms in the past. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വലിയ രാജ്യങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രവചനങ്ങൾ. Prophecies concerning Babylon, concerning Persia, concerning Greece, concerning Rome, all fulfilled. നമ്മൾ വചനത്തിൽ കാണുന്നു റോമിനെ സംബന്ധിച്ച്, ഗ്രീസിനെ സംബന്ധിച്ച്, പേർഷ്യയെ സംബന്ധിച്ച് എല്ലാ പ്രവചനങ്ങളും അത് നിവർത്തീകരിക്കപ്പെടുവാനിടയായി. Amen. Amen. And many other prophecies are right now being fulfilled in our time. അത് മാത്രമല്ല നമ്മുടെ കാലത്തിലും അനേക പ്രവചനങ്ങൾ അത് നിവർത്തീകരണത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. Amen. Amen. There are other promises, prophecies concerning the future, and it will happen. ഭാവിയെ സംബന്ധിക്കുന്ന അനേക പ്രവചനങ്ങളുണ്ട്, അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും, നിശ്ചയം. Amen. Amen. We all know and agree together regarding the prophecies concerning Jesus, യേശുവിനെ സംബന്ധിക്കുന്ന പ്രവചനങ്ങൾ നമ്മളെല്ലാവരും ഒന്നിക്കുന്നു, നമ്മൾ അതിൽ ഒത്തുചേരുന്നു. concerning his birth. കർത്താവിന്റെ ജനനത്തെ സംബന്ധിച്ചത് Everything fulfilled accordingly. എല്ലാം പറയപ്പെട്ടതുപോലെ തന്നെ നിവർത്തീകരിക്കപ്പെട്ടു. Then we can be so sure about this. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ കാര്യത്തിലും വളരെ The ഉറപ്പുള്ളവരായിരിക്കും. prophecies regarding the second coming of Jesus യേശുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും and the judgment of the world. ലോകത്തിന്റെ ന്യായവിധിയെ സംബന്ധിക്കുന്ന It പ്രവചനങ്ങൾ will happen according to what it is written in God's word. എങ്ങനെയാണോ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ വള്ളിയോ പുള്ളിയോ തെറ്റാതെ And നിവർത്തീകരിക്കപ്പെടും. it is going to happen soon. അത് വളരെ വേഗം സംഭവിക്കാൻ പോവുകയാണ്. Hallelujah. ഹല്ലേലൂയ. So the word of God is reliable. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം വിശ്വാസയോഗ്യമാണ്. It is infallible. അത് ഒരിക്കലും പരാജയപ്പെടുകയില്ല. It is the inspired God's word message to each and every one of us. അത് തീർച്ചയായും ദൈവവിശ്വാസീയമാണ്. അത് നമുക്കുള്ള ദൈവത്തിന്റെ വചനവും കൂടിയാണ്. Amen. Amen. Heaven and earth shall pass away, but the word of God, his words will never pass away. ആകാശം മാറും ഭൂമി മാറും എന്നാലോ ദൈവത്തിന്റെ വചനം അത് ഒരു നാളും മാറുകയില്ല. Amen. Amen. And Jesus said like this in John chapter 5 verse 24. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 24-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറയുവാനിടയായി. Truly, truly I say to you, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, whoever hears my word and believes him who sent me has eternal life. എന്നെ വിശ്വസിച്ച് എന്നെ അയച്ചവനിൽ ആര് വിശ്വസിക്കുന്നു അവനിൽ നിത്യജീവൻ ഉണ്ട് എന്ന് യേശു പറഞ്ഞു. He does not come into judgment but has passed from death to life. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. What a privilege we all of us we received. നമുക്ക് ലഭിച്ച എത്ര ശ്രേഷ്ഠമായ ഒരു അവസ്ഥയാണ്. This grace and truth, we could believe this beautiful Jesus. കർത്താവിന്റെ കൃപയും കർത്താവിന്റെ സത്യവും ഈ യേശുവിൽ വിശ്വസിച്ചപ്പോൾ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞല്ലോ. We experienced the forgiveness of our sins. അത് മാത്രമല്ല നമ്മുടെ പാപത്തിന് ക്ഷമയും ലഭിക്കുവാനാണ്. Now we have access to the heavenly throne. ഇപ്പോൾ നമുക്ക് ആ സ്വർഗീയ കൃപാസനത്തിലേക്ക് പ്രവേശനം We can ലഭിച്ചിരിക്കുന്നു. call our God Abba Father. ആ പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമുക്ക് And അവസരം he has ലഭിച്ചു. given us his Holy Spirit, the spirit of sonship. തന്റെ പുത്രത്വത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധ ആത്മാവിനെ നമ്മുടെ അകത്ത് ദൈവം നൽകി. We are no more orphans. നമ്മൾ ഇനി ഒരിക്കലും അനാഥരല്ല. We became his beloved people. നാം തന്റെ പ്രിയ He has മക്കളായിരിക്കുകയാണ്. adopted us into the family of God, തന്റെ കുടുംബത്തിലേക്ക് ദൈവം നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ്. made us sons and priests in God's kingdom. ആ ദൈവരാജ്യത്തിൽ നമ്മളെ മക്കളും പുരോഹിതന്മാരുമാക്കി What a തീർത്തിരിക്കുകയാണ്. powerful, what a wonderful privilege we are experiencing. എത്ര ശ്രേഷ്ഠമായ ഒരു ഭാഗ്യാവസ്ഥയാണ് നാം അനുഭവിക്കുന്നത്. Hallelujah. Hallelujah. And we have a great responsibility. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. Our family members, our neighborhood, our city, our nation should experience this. നമ്മുടെ കുടുംബാംഗങ്ങളും നമ്മുടെ പട്ടണവും നമ്മുടെ ദേശവും വാസ്തവത്തിൽ ഇത് അനുഭവിച്ചേ മതിയാകും. That is why you and me, we are alive today. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും നമ്മൾ ഇന്നും ജീവനോടെ That ആയിരിക്കുന്നത്. is the purpose of our existence. അതാണ് നമ്മുടെ നിലനിൽപ്പിന്റെ ആ പ്രത്യേക ദൗത്യം എന്ന് പറയുന്നത്. Hallelujah. Hallelujah. Amen. Amen. So today I want to share from the book of Philippians. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Only just 4 chapters in that book. ഈ പുസ്തകത്തിൽ 4 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ. There are many important topics in that small book. എന്നാലോ ഈ ചെറിയ പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പ്രതിപാദിക്കുന്നു. But in the
Next 40 minutes, I want to share 3 points from this. അടുത്ത 40 മിനിറ്റിനുള്ളിൽ 3 വിവിധ പ്രത്യേകതകൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. It's about the 3 qualities of Philippian church, ഫിലിപ്പിയ സഭയുടെ 3 ഗുണവിശേഷങ്ങളാണ്, or the 3 ways in which this Philippian church were involved in the ministry. അല്ലെങ്കിൽ ശുശ്രൂഷയിൽ ഫിലിപ്പിയ സഭ അവര് പങ്കാളികളായ 3 രീതികൾ. Amen. ആമേൻ. Are you ready to listen to this? നിങ്ങളിത് കേൾക്കാൻ തയ്യാറാണോ? Amen. ആമേൻ. Father, we pray that Holy Spirit will you minister to us, and may this word bring a blessing into each and every one of us in Jesus' name. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ തിരുവചനം ഞങ്ങളോട് ഓരോരുത്തരോട് സംസാരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ പരിശുദ്ധ ആത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. You know, this church was founded in AD 51. AD 51 ഈ സഭ സ്ഥാപിതമായത്. After 10 years, Apostle Paul is writing this letter to them. ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്നത്. Paul ministered at Philippi during his second missionary journey. തന്റെ രണ്ടാമത്തെ മിഷണറി യാത്രയിലാണ് പൗലോസ് ഈ സഭയിൽ ശുശ്രൂഷിക്കുവാനായിട്ട് You ഇടയായത്. can see that in the Acts chapter 16. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൽ അതിന്റെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. Amen. ആമേൻ. And he spent 3 months in that city. ആ പട്ടണത്തിൽ 3 മാസം താമസിച്ച് സമയം ചെലവഴിക്കുവാൻ പൗലോസിനിടയായി. Paul brought to faith in Christ people who would form the core team or the core members of this church. പൗലോസ് അനേകരെ ഈ സഭയുടെ പ്രധാനികളായിട്ടുള്ളവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനും പൗലോസിന് കഴിഞ്ഞു. Amen. ആമേൻ. And we know people like Lydia, a businesswoman. നമുക്കറിയാം ലുദിയയെ പോലെ ഒരു ബിസിനസ്സുകാരി അങ്ങനെ കടന്നു വന്ന വ്യക്തിയാണ്. She opened her home for Paul and his team. തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് പൗലോസിനും തൻ്റെ സംഘാംഗങ്ങൾക്കും വേണ്ടി തൻ്റെ വീട് പോലും ലുദിയ തുറന്നു കൊടുക്കുവാനിടയായി. And we know about the Philippian jailer നമുക്കറിയാം ആ ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണി who was converted under Paul's ministry through an earthquake. ഒരു ഭൂമികുലുക്കം ഉണ്ടായ സന്ദർഭത്തിലാണ് പൗലോസിന്റെ ശുശ്രൂഷ ലഭ്യമായി ഈ മനുഷ്യൻ കർത്താവിലേക്ക് വന്നത്. Amen. ആമേൻ. But you know, Paul don't take any credit of these people coming to the Lord Jesus. എന്നാൽ നമ്മൾ വചനത്തിൽ കാണാനായിട്ട് കഴിയും, പൗലോസ് ഒരിക്കലും ആ സ്വമേധയാ അതിനുള്ള ഒരു അംഗീകാരവും സ്വീകരിക്കാൻ തയ്യാറായ ഒരു No, വ്യക്തിയായിരുന്നില്ല. he labored in that city. താൻ ആ പട്ടണത്തിൽ വളരെയധികം അധ്വാനിച്ചു. And for the gospel, he was beaten and he was put to prison. സുവിശേഷത്തെ പ്രതി താൻ അടിക്കപ്പെട്ടു, കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. He paid a big price for that. അതിനുവേണ്ടി പൗലോസ് വലിയ വില കൊടുക്കേണ്ടി വന്നു. And that's how this church started in that city. അങ്ങനെയാണ് ആ പട്ടണത്തിൽ ആ സഭ ഉടലെടുക്കുവാനിടയായത്. But when Paul write a letter to them, he write like this. എന്നാൽ പിന്നീട് പൗലോസ് ആ സഭയ്ക്ക് ഒരു ലേഖനം എഴുതിയപ്പോൾ ഇவ்விதമാണ് എഴുതിയത്. Chapter 1 verse 6, we all know it by heart. 1-ാമത്തെ അധ്യായം അതിന്റെ 6-ാം വാക്യം നമുക്ക് എല്ലാവർക്കും ഇത് കാണാതറിയാം. Paul says like this, he gave all glory to Jesus for that. പൗലോസ് സകല മഹത്വവും ദൈവത്തിനാണ് അർപ്പിക്കുന്നത്, യേശുവിനാണ്. He said like this, I am confident of this very thing, that he who started a good work in you, he will carry it on to completion. പൗലോസ് വളരെ ധൈര്യത്തോടെ പറയുകയാണ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ച ദൈവം അത് പൂർത്തീകരിക്കുവാനും മതിയായവനാണെന്ന്. Amen. So ഹല്ലേലൂയ. Paul understood that it is God who started this work അതുകൊണ്ട് here. പൗലോസിന് നന്നായിട്ട് അറിയാമായിരുന്നു, ദൈവമാണ് ഈ ശുശ്രൂഷ ഫിലിപ്പിയിൽ തുടങ്ങിയത്. It is the Lord who opened the heart of Lydia and she accepted this message. ലുദിയയുടെ ഹൃദയം തുറക്കുവാനും ഈ സന്ദേശം സ്വീകരിക്കുവാനും ഇടയാക്കിയത് ദൈവമാണ്. It is the Lord who visited that prison and brought the family of the jailer family to the faith. ആ കാരാഗ്രഹത്തെ സന്ദർശിച്ചത് ദൈവമാണ്. കാരാഗ്രഹ പ്രമാണി യേശുവിലേക്ക് വരുവാൻ കാരണഭൂതനായത് ദൈവമാണ്. It is God who started a good work in you. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് ദൈവമാണെന്ന് പൗലോസ് പറയുകയാണ്. He will carry it on to completion. അത് തീർച്ചയായും ദൈവം പൂർത്തീകരിക്കുവാനും മതിയായവനാണ്. My dear people of God, എന്റെ പ്രിയ ദൈവജനമേ, it is God who started a good work in you. അതേ ദൈവമാണ് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത്. God must have used different people. ഒരുപക്ഷെ ദൈവം അനേക വ്യക്തികളെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. It is God's work. എന്നാൽ അത് ദൈവത്തിന്റെ വേലയാണ്. He is faithful. ദൈവം വിശ്വസ്തനുമാണ്. He will help you. ദൈവം നിങ്ങളെ തീർച്ചയായും He will സഹായിക്കും. encourage you. അവൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. Amen. ആമേൻ. Till the day he comes. കർത്താവ് വരും വരെയും അങ്ങനെ തന്നെ ദൈവം ചെയ്തുകൊണ്ടിരിക്കും. Hallelujah. ഹല്ലേലൂയ. So rejoice in the Lord. അതുകൊണ്ട് കർത്താവിൽ സന്തോഷിപ്പിൻ. Be of good courage. അതുകൊണ്ട് ധൈര്യത്തോടെ ആയിരിപ്പിൻ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. So another interesting fact is, Paul did not write this epistle because there was a crisis in the church. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ല പൗലോസ് ഈ ലേഖനം എഴുതിയത്. Some of the epistles he wrote because there was a problem there, so he wrote to solve it. പൗലോസ് പല സന്ദർഭങ്ങളിലും ലേഖനം എഴുതിയപ്പോൾ ഒരു സഭയിൽ പ്രശ്നമുള്ളപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. But instead, here to the church in Philippi,
എന്നാലോ ഫിലിപ്പിയ സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്ന മാത്രയിൽ he wrote to express his appreciation and affection for the Philippian believers. ഈ പൗലോസ് ഈ ലേഖനം എഴുതിയപ്പോൾ ഫിലിപ്പിയ സഭയ്ക്ക് ഒരു അനുമോദനമായിട്ടും അവരെ പ്രോത്സാഹിപ്പിക്കുവാനുമായിട്ടാണ് ഈ ലേഖനം എഴുതിയത്. And Paul's affection to this Philippian believers is very clear as we read this epistle. ഈ ലേഖനം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പൗലോസിന് വളരെയധികം ഊഷ്മളമായ ഒരു സ്നേഹം ഈ ഫിലിപ്പിയ സഭയോട് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Amen. So let us read chapter 1 verse 3 to 5. അതുകൊണ്ട് ഒന്നാമത്തെ അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. It's like this: I thank my God upon every remembrance of you, always in every prayer of mine, making request for you all with joy for your fellowship in the gospel from the first day until now. മൂന്നാം വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. ഒന്നാം നാൾ മുതൽ ഇതുവരെയും സുവിശേഷ ഘോഷണത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ നിമിത്തം ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴൊക്കെയും എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Amen. ആമേൻ. I thank my God upon every remembrance of you. നിങ്ങളെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് ഞാൻ സ്തോത്രം അർപ്പിക്കും. Amen. ആമേൻ. Whenever Paul think of these believers, he gives thanks to the Lord. ഈ വിശ്വാസികളെ കുറിച്ച് പൗലോസ് ഓർക്കുമ്പോഴൊക്കെയും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാറുണ്ടായിരുന്നു. Always in every prayer of mine, I make request for you, all of you, with joy. അത് മാത്രമല്ല, എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും വളരെ സന്തോഷത്തോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. Amen. ആമേൻ. Why he is doing that? എന്തുകൊണ്ടാണ് പൗലോസ് ഇത് ചെയ്യുന്നത്? Because for your fellowship or your partnership in the gospel from the very first day till now, all these 10 years, the day 1 to all these 10 years, you're faithful. Your partnership with me, your fellowship with me in the gospel, that is so good and great. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കാൻ കാരണമുണ്ട്, പ്രാർത്ഥിക്കാൻ കാരണമുണ്ട്. കാര്യം നിങ്ങളെ പരിചയപ്പെട്ട ആ ഒന്നാം ദിവസം മുതൽ ഈ 10 വർഷക്കാലവും നിങ്ങൾക്ക് ആ ദൈവത്തോടുള്ള സ്നേഹത്തെ കുറിച്ച് ഞാൻ കാണുന്നു. ആ കൂട്ടായ്മ ബന്ധത്തെ ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Same, we also thank each and every one of you അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിങ്ങളെ ഓർത്തും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം for അർപ്പിക്കുന്നു. your fellowship and your partnership in this ministry. ഈ ശുശ്രൂഷയിൽ നിങ്ങളുടെ പങ്കാളിത്തവും നിങ്ങളുടെ കൂട്ടായ്മയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം And അർപ്പിക്കുന്നു. we encourage you to continue that. അത് നിങ്ങൾ തുടർന്നും ചെയ്യണമേ എന്ന് ഞങ്ങൾ നിങ്ങളെ Let us പ്രോത്സാഹിപ്പിക്കുന്നു. exalt his name together. ആ കർത്താവിന്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് ഉയർത്തുവാനിടയാകട്ടെ. So let us look at the 3 ways the Philippian church were involved in Paul's ministry. പൗലോസിന്റെ ശുശ്രൂഷയിൽ പങ്കാളികളായ ആ 3 രീതികൾ എങ്ങനെയാണ് ഫിലിപ്പിയ സഭ പങ്കാളിയായെന്ന് നമുക്ക് നോക്കാം. First way, number 1 is in prayer. ഒന്നാമതായി അവർ പങ്കാളിയായ ഒരു രീതി എന്ന് പറയുന്നത് പ്രാർത്ഥനയിൽ കൂടിയാണ്. We know the chapter 1, when we read this letter, we know the background also, that Paul was in Roman prison while writing this letter. നമ്മൾ ഈ ചരിത്രം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ലേഖനം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. റോമയിലെ കാരാഗൃഹത്തിലായിരുന്നു കൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. And even in this, it was like a house arrest. അത് ഒരു ഭവനത്തിൽ തടങ്കിലാക്കപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു. And the interesting thing, even while he was in the house arrest, he turned that into an opportunity to share the gospel. താൻ ഒരു വീട്ടിൽ തടങ്കലിൽ പാർക്കുമ്പോൾ ആ അവസരത്തെ പോലും സുവിശേഷത്തെ പങ്കുവെക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ് പൗലോസ് കരുതിയത്. If you want to know the details about that, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ read Acts chapter 28, അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായം വായിച്ചാലും, the last chapter. അതിന്റെ അവസാനത്തെ അധ്യായമാണത്. The last verses, you can read that whole story. ആ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ ആ സംഭവം മുഴുവൻ നിങ്ങൾക്ക് വായിച്ചറിയാൻ കഴിയും. Amen. ആമേൻ. Hallelujah. Hallelujah. So while in this house arrest in Rome, അതുകൊണ്ട് ഈ റോമ കാരാഗൃഹത്തിലായിരുന്ന പൗലോസ്, he even influenced the palace guards or the people, the security officers. അവിടെ തന്റെ ചുറ്റുമുണ്ടായിരുന്ന പടയാളികളെ പോലും സ്വാധീനിക്കുവാൻ പൗലോസിന് കഴിഞ്ഞു. Amen. ആമേൻ. And also he influenced the Jewish leaders of Rome. ആ റോമിൽ ഉണ്ടായിരുന്ന യഹൂദ മതാനുസാരികളെ പോലും സ്വാധീനിക്കുവാൻ പൗലോസിന് കഴിഞ്ഞു. Amen. ആമേൻ. Hallelujah. Hallelujah. So he turned this house arrest, it was like a lockdown or like he is not free to move around, but still he turned that situation, that difficult situation,
into an opportunity to share the gospel. അവിടെ പൗലോസ് ഒരു ഭവനത്തിനകത്ത് ബന്ധനസ്ഥനായ ലോക്ക്ഡൌണിന് സമാനമായ ഒരു സാഹചര്യത്തിലായിരുന്നു. എന്നാൽ ആ സാഹചര്യത്തെ പോലും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് ഒരു അവസരമായി പൗലോസ് കണ്ടു. Amen. You can see that in Philippians chapter 1 verse 12 to 14. ആ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഇത് കാണാൻ കഴിയും. He's writing, I want you to know, my dear brothers and sisters, that everything that has happened to me here has helped me to spread the good news. അവിടെ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയണം എന്ന് പൗലോസ് പറയുകയാണ്. He's telling, for everyone here, including the whole palace guard, knows that I am in chains because of Christ. ഇവിടെ പൗലോസ് പറയുകയാണ്, ഇവിടെയുള്ള എല്ലാ പടയാളികൾക്കും ഒരു കാര്യം അറിയാം, ഞാൻ സുവിശേഷം നിമിത്തമാണ് ബന്ധിക്കപ്പെട്ട് ചങ്ങലകളിലായിരിക്കുന്നത്. And because of my imprisonment, most of the believers here have gained confidence and boldly speak God's message without fear. പൗലോസ് പറയുകയാണ്, ഞാൻ ഇവിടെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സഹോദരന്മാർ മിക്കപേരും എൻ്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ടിരിക്കുകയാണ്. Amen. Amen. Hallelujah. Hallelujah. Even in this time of imprisonment, no, he was cheerful. He was writing letters. He wrote 4 letters to the churches. And also he's encouraging even the palace guards, how he turned this difficult situation into something fruitful for God's kingdom. ഈ ബന്ധനത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന പൗലോസ് ഈ അവസരത്തെ അത് പ്രയോജനപ്പെടുത്തുകയാണ്. സന്തോഷത്തോടെ ചുറ്റുമുള്ളവർക്ക് ധൈര്യം പകരുകയാണ്. ഒന്ന് നോക്കിയേ, എത്രമാത്രം പ്രതികൂലമായ സാഹചര്യത്തെയും പൗലോസ് അനുകൂലമായി, സുവിശേഷത്തിന് അനുകൂലമായി He ഉപയോഗിക്കുകയാണ്. didn't complain. താൻ ഒരിക്കലും പരാതി പറഞ്ഞില്ല. Oh, I am in this problem. അയ്യോ, ഞാൻ ഈ പ്രശ്നത്തിലാണല്ലോ എന്ന് പരാതി പറഞ്ഞില്ല. If Paul complained, പൗലോസ് അങ്ങനെ പരാതി പറഞ്ഞിരുന്നെങ്കിൽ all believers in Rome also will complain. ആ റോമിലുള്ള എല്ലാ വിശ്വാസികളും അതുപോലെ പരാതി പറഞ്ഞു. Here Paul was bold. ഇവിടെ പൗലോസ് ധൈര്യം പൂണ്ട് നിൽക്കുകയാണ്. Right here the other believers also gained confidence. നമ്മൾ ഇവിടെ വായിക്കുന്നു, അത് കണ്ടിട്ട് മറ്റു വിശ്വാസികൾക്കും ധൈര്യമുണ്ടായി. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. So as a man of the house or the head of the house, be bold and strong. അതുകൊണ്ട് കുടുംബനാഥൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ധൈര്യത്തോടെ നിന്നാലും Then your wife, family, children, everyone, they will also be bold and cheerful. നിങ്ങൾ അങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളും അവരും ധൈര്യത്തോടെയും സന്തോഷത്തോടെയും നിൽക്കുവാനിടയാകും. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Number 1 quality was prayer, which we are going to read now. ഇവിടെ കാണുന്ന ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. നമ്മൾ അതിനെക്കുറിച്ച് വായിക്കാൻ പോവുകയാണ്. Paul was very confident that if this church is praying now, the Philippian church is praying for me when I am in jail, but this church prayer, I know it is powerful. പൗലോസ് പറയുകയാണ്, ഞാനിപ്പോൾ കാരാഗ്രഹത്തിലാണ്, ഇപ്പോൾ ഈ ഫിലിപ്പിയ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം ഇവരുടെ പ്രാർത്ഥന വളരെ ശക്തമായ പ്രാർത്ഥനയാണ്. Your prayer will bring deliverance. അതെ, തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന വിടുതലിനെ കൊണ്ടുവരും. That is what he wrote in chapter 1 verse 19. അതാണ് 1-ാം അധ്യായം ഫിലിപ്പിയ ലേഖനത്തിന്റെ 1:19 പൗലോസ് എഴുതിയത്. Hallelujah. ഹല്ലേലൂയ. You can read that. Pastor Libu, you can read that. നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാ കാരണമായി തീരും എന്ന് ഞാൻ അറിയുന്നു. Amen. ആമേൻ. It's like, for I know this, that this will turn out for my deliverance through your prayer and the supply of the Spirit of Jesus Christ. ഇവിടെ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും അതെനിക്ക് രക്ഷാ കാരണമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. Amen. ആമേൻ. How Paul knows that this church is praying? അതുകൊണ്ട് പൗലോസിന് ഇത് എങ്ങനെ അറിയാൻ കഴിയും ഈ ഫിലിപ്പിയ സഭ ഇപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന്? Because when Paul was in prison, കാരണം പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ this church in Philippi, they sent a messenger. His name was Epaphroditus. ഇവിടെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഫിലിപ്പിയ സഭ അവരുടെ ഒരു സന്ദേശവാഹകനെ, ഒരു ദൂതനെ അയക്കുകയാണ്, എപ്പഫ്രാദിത്തോസ് എന്നൊരു സഹോദരനെ. Amen. Amen. The church sent Epaphroditus to the prison to inquire about Paul, and also they sent him with a gift for Paul. ഈ എപ്പഫ്രാദിത്തോസ് എന്ന സഹോദരനെ അവർക്ക് അവരുടെ ഒരു സന്ദേശവാഹകനായി ഒരു സമ്മാനവും നൽകിയാണ് പൗലോസിന്റെ അടുക്കിലേക്ക്, കാരാഗ്രഹത്തിലേക്ക് സഭ അയക്കുന്നത്. And he must have told Paul, back in Philippi, our church is praying for you, Paul. അതെ, തീർച്ചയായും എപ്പഫ്രാദിത്തോസ് പൗലോസിനോട് പറഞ്ഞിട്ടുണ്ടാവും, പൗലോസെ താങ്കൾക്ക് വേണ്ടി നമ്മുടെ ഫിലിപ്പിയ സഭ പ്രാർത്ഥിക്കുന്നുണ്ട്. And when he heard that, he was so encouraged. അത് കേട്ടപ്പോൾ പൗലോസിന് വളരെയധികം പ്രോത്സാഹനം ലഭിച്ചു. This letter says that Epaphroditus stayed there for many days,
many weeks. അവിടെ ഈ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും കുറേ ആഴ്ചകൾ കുറേ ദിവസങ്ങൾ എപ്പഫ്രാദിത്തോസ് പൗലോസിനോടൊപ്പം സമയം ചെലവഴിച്ചു And എന്ന്. while staying there, the Epaphroditus, he got sick. ഈ പൗലോസിനോട് കൂടെ താമസിക്കുന്ന സമയത്ത് എപ്പഫ്രാദിത്തോസിന് സുഖമില്ലാതിരുന്ന ഒരു അവസ്ഥയുണ്ടായി. Almost unto death he was sick. താൻ മരണം പോലും അഭിമുഖീകരിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി. Amen. Then after a few weeks, now Paul sent him back to the church. എന്നാൽ കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ സഭയിലേക്ക് ഈ പ്രിയ സഹോദരനെ എപ്പഫ്രാദിത്തോസിനെ പൗലോസ് തിരികെ അയച്ചു. And while going back, he gave this letter. താൻ തിരികെ പോകുമ്പോഴാണ് ഈ ലേഖനം എഴുതി തന്റെ പക്കൽ കൊടുത്തു വിടുന്നത്. Amen. ആമേൻ. Hallelujah. Hallelujah. So number one was he came to know that this church was praying for him. ഒന്നാമതായി പൗലോസിന് നന്നായിട്ട് അറിയാമായിരുന്നു ഈ ഫിലിപ്പിയ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. Amen. ആമേൻ. That prayer gave him confidence. ആ പ്രാർത്ഥന തനിക്ക് ധൈര്യം നൽകുവാനിടയായി. That prayer, through the prayer, the supply of the Holy Spirit, he experienced the power and the presence of the Holy Spirit through the prayer of the church in Philippi. ഈ ഫിലിപ്പിയ സഭയുടെ പ്രാർത്ഥനയിൽ കൂടി ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണവും പൗലോസിന് അനുഭവിക്കുവാൻ കഴിഞ്ഞു. He believed that this prayer will bring me deliverance. താൻ പൂർണ്ണമായി വിശ്വസിച്ചു ഈ പ്രാർത്ഥന എനിക്ക് വിടുതൽ നൽകി തരുവാനിടയാകും. You know, actually after 2 years, the Bible records that he was free from Roman prison for another 3 years. ആ വചനത്തെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു. 2 വർഷത്തെ കാരാഗ്രഹവാസത്തിന് ശേഷം 3 വർഷത്തോളം പൗലോസ് പുറത്ത് വിശാലമായി സഞ്ചരിക്കുവാനും സ്വാതന്ത്ര്യം അനുഭവിക്കുവാനും ദൈവം ഇടയാക്കി. And again he was imprisoned and he was martyred. പിന്നീട് 3 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ വീണ്ടും ജയിലിൽ അടയ്ക്കപ്പെട്ടതും താൻ രക്തസാക്ഷിത്വം വഹിക്കുവാനിടയായതും. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So this church was praying for him. ഈ സഭ പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. Let me encourage you, my dear people of God. എൻ്റെ പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളെ ഇന്ന് പ്രോത്സാഹിപ്പിക്കട്ടെ. Prayer for the missionaries and pastors is the best form of support you can give. നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് മിഷണറിമാർക്കും പാസ്റ്റർമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. Amen. ആമേൻ. I know many of you are praying. എനിക്കറിയാം നിങ്ങളിൽ പലരും I പ്രാർത്ഥിക്കുന്നുണ്ട്. want to continue encourage you. ഞാൻ നിങ്ങളെ പിന്നെയും പ്രോത്സാഹിപ്പിക്കട്ടെ. Pray for all our missionaries. നമ്മുടെ എല്ലാ മിഷണറിമാരെയും ഓർത്ത് നിരന്തരം പ്രാർത്ഥിക്കുക. Hallelujah. ഹല്ലേലൂയ. All our pastors here and our missionaries in Delhi, in Calcutta, in Tiruvalla, in Wayanad, Fort Cochin, Bombay and Orissa and all our dear missionaries. നമ്മുടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാ പാസ്റ്റർമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഡൽഹിയിലും കൽക്കട്ടയിലും തിരുവല്ലയിലും വയനാട്ടിലും മുംബൈയിലും ഫോർട്ട് കൊച്ചിയിലും ഒക്കെ ആയിരിക്കും നമ്മുടെ എല്ലാ ദേവദാസന്മാരെയും എല്ലാ മിഷണറിമാരെയും ഓർത്ത് പ്രത്യേകാൽ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് We അപേക്ഷിക്കുന്നു. have a great work in the state of Uttar Pradesh and Uttarakhand. ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും നമുക്ക് കർത്താവിന്റെ കൃപയാൽ വലിയൊരു ശുശ്രൂഷ അവിടെ നടക്കുന്നു. Pray for them. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പൻ. Amen. Hallelujah. Let us be like the church in Philippi. ആ ഫിലിപ്പിയ സഭയെ പോലെ നമുക്കായിത്തീരാം. Take up that call. ആ വിളി ഒന്ന് ഏറ്റെടുത്താട്ടെ. We have no time to waste or lose. നമുക്കിനി നഷ്ടപ്പെടുത്തുവാൻ സമയം നമ്മുടെ മുൻപിലില്ല. Let us lay up treasures in heaven. സ്വർഗത്തിൽ നമുക്ക് നമ്മുടെ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചു വെക്കാം. This is what God expects from us in ഇതാണ് these ദൈവം days. നമ്മളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത്. Let us seek first the kingdom of God. മുൻപേ നമുക്ക് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാം. Invest our life here in prayer. നമ്മുടെ സമയത്തെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയിൽ ഒരു നിക്ഷേപമാക്കി വെക്കാം. Give your time for God. നിങ്ങളുടെ സമയം ദൈവത്തിന് വേണ്ടി നൽകുവിൻ. Don't waste your time in serials or YouTube or many other social networking sites. Don't waste your time. That's all needed, but don't waste your time. നിങ്ങളുടെ സമയത്തെ വിലപ്പെട്ട സമയത്തെ ഒരിക്കലും നഷ്ടമാക്കരുത്. സീരിയലിലോ യൂട്യൂബിലോ സോഷ്യൽ മീഡിയയിലോ സമയം നഷ്ടമാക്കരുത്. അതൊക്കെ ആവശ്യമാണ്, എന്നാൽ സമയം നഷ്ടമാക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. Don't live in WhatsApp and Netflix and all those things. Don't spend full time watching all these different forwards people are sending. Don't spend your time only for that. Invest in prayer. വാട്സാപ്പിലും നെറ്റ്ഫ്ലിക്സിലും മറ്റുള്ളവർ അയക്കുന്ന ഫോർവേഡഡ് മെസ്സേജസ് നോക്കി നിങ്ങളുടെ സമയം വെറുതെ പാഴാക്കരുത്. നിങ്ങളുടെ സമയം വിലപ്പെട്ട പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവിൻ. There is a great revival coming. There is a great harvest coming. വലിയൊരു കൊയ്ത്ത് വരുന്നുണ്ട്. വലിയൊരു ഉണർവ് കടന്നു വരികയാണ്. Those who sow in tears, they will reap with joy. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ അവർ ആർപ്പോടെ കൊയ്യുവാനിടയാകും. Amen. ആമേൻ. So God has given us a time like this to invest in prayer. അതുകൊണ്ട് ദൈവം നമുക്ക് ഇപ്രകാരം ഒരു സമയം തന്നിരിക്കുകയാണ്, നമ്മുടെ സമയത്തെ പ്രാർത്ഥനയിൽ നിക്ഷേപിക്കുവാനായി. Our prayers will bring confidence in our missionaries. Our prayer will bring the supply of the Holy Spirit
for whom we are praying for. നമ്മുടെ പ്രാർത്ഥന അത് അനേക മിഷണറിമാർക്ക് ധൈര്യത്തെ നൽകും. നാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തീകരണവും ലഭിക്കുവാനിടയാകും. Amen. Amen. So let us lift up our heads high and see the great revival coming. അതുകൊണ്ട് കടന്നു വരുന്ന വലിയ ഉണർവിനെ നമ്മുടെ തലകളെ ഉയർത്തി നമുക്ക് കാണാൻ കഴിയട്ടെ. Don't say it is again 4 months for revival. ഇനി ഒരു 4 മാസം കൂടി കഴിയട്ടെ ഉണർവ് വരട്ടെ എന്ന് പറയണ്ട. Amen. Amen. Jesus was telling that his disciples, while he was talking to the Samaritan woman, Jesus was talking to the disciples about this. They think it's 4 months later the revival will come. യേശു ആ ശമരിയക്കാരി സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അവര് വാസ്തവത്തിൽ ചിന്തിച്ചത് ഇനിയും ഒരു 4 മാസം കഴിഞ്ഞിട്ടേ ഉണർവ് വരൂ. No, he's telling the disciples the revival is already here. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ് ഉണർവ് ഇപ്പോൾ Don't say സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. after 4 months. ഇനി 4 മാസത്തേക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. You need to lift up your eyes and see the fields are white for harvest. നിങ്ങളുടെ തലകളെ ഉയർത്തി ഒന്ന് നോക്കിയാൽ മാത്രം മതി. നിലങ്ങൾ അത് കൊയ്ത്തിനു വേണ്ടി തയ്യാറായി കിടക്കുകയാണ്. Disciples were concerning about the food. ശിഷ്യന്മാർ ഇവിടുത്തെ ആഹാരത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. Jesus was telling them, യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, don't be concerned about that. നിങ്ങൾ അതിനെക്കുറിച്ച് അധികമായി വിചാരപ്പെടേണ്ട. They were asking Jesus, please, we have bought some good food for you. Please eat. ശിഷ്യന്മാർ ആഹാരം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, യേശു ഞങ്ങൾ നല്ല ആഹാരം കൊണ്ടുവന്നു, ദയവായി കഴിച്ചാലും. Hallelujah. ഹല്ലേലൂയ. Let me tell you, this time is not for eating also. ഞാൻ പറയട്ടെ, ഈ സമയം കഴിച്ചുകൊണ്ടിരിക്കാൻ മാത്രമുള്ള സമയമല്ല. Amen. Amen. This is the time to fast. ഇത് ഉപവസിക്കാനുള്ള സമയമാണ്. Amen. ആമേൻ. Our 40 days fasting is finished. 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു. But you can also fast after that also. അത് കഴിഞ്ഞിട്ടും നമുക്ക് ഉപവസിക്കാൻ കഴിയും. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. Amen. More than fasting, we need to pray. ഉപവാസത്തെക്കാട്ടിലും അധികമായി നമുക്ക് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. Jesus told the disciples, my food is to do the will of the Father and fulfill his purpose. യേശു ഇങ്ങനെ തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, പിതാവിന്റെ ഇഷ്ടം നിവർത്തിക്കുന്നത് അത്രേ എന്റെ ആഹാരം. Amen. ആമേൻ. My will, my desire, my food is to do the will of him who sent me and to finish his work. എന്നെ അയച്ചവന്റെ ദൗത്യത്തെ പൂർത്തീകരിക്കുന്നതാണ് എന്റെ ആഹാരവും എന്റെ ആഗ്രഹവും എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. Let me ask you, my dear people, what are you hungry for? എന്റെ പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്ത് കാര്യത്തെക്കുറിച്ചാണ് അധികം Are you വിശക്കുന്നത്? hungry for souls? നിങ്ങൾ ആത്മാക്കൾക്ക് വേണ്ടി വിശക്കുന്നുണ്ടോ? Souls to be added into God's kingdom? ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കൾ കൂട്ടിച്ചേർക്കപ്പെടുവാനായി, People to repent and believe in our Lord Jesus Christ? മാനസാന്തരപ്പെട്ട ആളുകളെ യേശുവിൽ വിശ്വസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? What is our food? What are we hungry for? എന്തിനു വേണ്ടിയാണ് നാം വിശക്കുന്നത്? എന്താണ് നമ്മുടെ ആഹാരം വാസ്തവത്തിൽ? Is our appetite is only for the earthly things? ഈ ഭൂമിയിലെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ നമുക്ക് വിശപ്പുള്ളത്? The lust of the eyes, the lust of the flesh and the pride of life? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപമാണോ നമ്മളെ നിയന്ത്രിക്കുന്നത്? My dear people of God, എന്റെ പ്രിയ ദൈവജനമേ, consider your ways. നിങ്ങളുടെ വഴികളെ ഒന്ന് ആരാഞ്ഞറിയുവിൻ. Hallelujah. ഹല്ലേലൂയ. What are we hungry for? എന്തിനു വേണ്ടിയാണ് നാം വിശക്കുന്നത്? Are we hungry for God, the more of his power, his presence, to see the glory of God, to see the beauty of God? ദൈവത്തെക്കുറിച്ചും ദൈവവിഷയത്തെ കുറിച്ചുമാണോ നാം വിശക്കുന്നത്? ദൈവത്തിന്റെ മനോഹാരിത്വം കാണണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത്? What do you desire in life? എന്താണ് നിങ്ങൾ ജീവിതത്തിൽ വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്? Desire spiritual gifts. ആത്മീക വരങ്ങളെ വാഞ്ചിപ്പിൻ. Desire and pray, Lord, use me as an instrument, a powerful instrument, a vessel of honor, an instrument in the hands of God. ആഗ്രഹത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്നെ കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഇണങ്ങി ആയുധമായി അങ്ങ് ഉപയോഗിക്കണമേ, എന്നെ അങ്ങ് ഉപയോഗിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? Allow me to participate in what you are doing. കർത്താവേ, അങ്ങ് ചെയ്യുന്ന വലിയ ദൈവപ്രവൃത്തിയിൽ എന്നെയും ഒരു ഭാഗഭാക്കാകണേ എന്ന് പ്രാർത്ഥിക്കാൻ Use me കഴിയുമോ? also in the revival. കർത്താവേ, ഉണർവിൽ എന്നെയും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. Hallelujah. My food, my desire, my appetite is to do the will of one who sent me and to finish his work. എന്നെ അയച്ചവന്റെ വേല ചെയ്ത് അത് നിവർത്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് എന്റെ ആഹാരം എന്ന് യേശു പറഞ്ഞു. You know, Jesus has only one prayer request. യേശുവിന് ഒറ്റ പ്രാർത്ഥനാ വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. We see that in the gospel according to Matthew chapter 9. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിലാണ് നാം അത് കാണുന്നത്. You know, when he saw the multitude, he was moved with compassion. യേശു പുരുഷാരത്തെ കണ്ടപ്പോൾ മനസ്സലിയുവാനിടയായി. And he said, this harvest truly is plentiful, യേശു പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, സത്യം, but the laborers are few. എന്നാലോ വേലക്കാർ അവർ വളരെ ചുരുക്കമാണ്. Therefore pray the Lord of the harvest to send out laborers into his harvest. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവിൻ എന്ന് യേശു പറഞ്ഞു. Amen. ആമേൻ. That is his prayer request. അതായിരുന്നു യേശുവിന്റെ പ്രാർത്ഥനാ വിഷയം. Pray that
to the Lord of harvest to send laborers into the harvest. ആ കൊയ്ത്തിന്റെ യജമാനനോട് വേലക്കാരെ അയക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുവാൻ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Let us also pray the same thing, അതെ, നമുക്കും ആ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കാം. and let us also be that answer to that prayer. ആ പ്രാർത്ഥനയുടെ മറുപടിയും നമുക്ക് ആകുവാൻ കഴിയും. Amen. ആമേൻ. Let us be like that Philippian church, ആ ഫിലിപ്പിയ സഭയെ പോലെ നമുക്ക് ആയിത്തീരുവാൻ ഇടയാകട്ടെ. praying church. പ്രാർത്ഥിക്കുന്ന ഒരു സഭ. Hallelujah. ഹല്ലേലൂയ. Like wise virgins, always filled with the oil and with the light of God. ആ ബുദ്ധിയുള്ള കന്യകമാര് അവരെപ്പോഴും ആ എണ്ണയും അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വെളിച്ചവുമായിരുന്നത് പോലെ. That is what God expects from us during this time. ഈ സമയത്ത് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്. Be like the watchmen. ആ കാവൽക്കാരെ പോലെ. Hallelujah. ഹല്ലേലൂയ. Standing in the gap for families, cities and nations. കുടുംബങ്ങൾക്ക്, ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന കാവൽക്കാരായി. Specifically for the missionaries. പ്രത്യേകാൽ മിഷണറിമാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. The second thing, the quality of this church was രണ്ടാമതായി ഈ ഫിലിപ്പിയ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് they encouraged or they cared for Paul and missions. അവര് പൗലോസിന് വേണ്ടി എപ്പോഴും കരുതിയിരുന്നവരാണ്. ആ സുവിശേഷ ദൗത്യത്തിന് വേണ്ടി കരുതലുള്ളവരായിരുന്നു. They have a heart for missions and missionaries. അവർക്ക് എപ്പോഴും മിഷണറിമാരെ കുറിച്ച്, സുവിശേഷകരെ കുറിച്ച് ഒരു ഹൃദയമുണ്ടായിരുന്നു. In chapter 2 we can see the Philippi church sent their messenger, their representative with a gift to support Paul. ഫിലിപ്പിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ നാം കാണുന്നു പൗലോസിനെ കരുതുവാനായി ഒരു സമ്മാനവും ഒരു ദാനം നൽകി അവർ പൗലോസിന്റെ അടുക്കിലേക്ക് അയക്കുന്നു. See, in Philippians chapter 2 verse 30 Paul says about Epaphroditus. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 30-ാം വാക്യത്തിൽ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. Because for the work of Christ he came close to death, not regarding his life, to supply what was lacking in your service towards me. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുവാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായി പോയത്. Paul says about him, to complete this church sent Epaphroditus to complete what was deficient in their service to Paul. പൗലോസ് പറയുകയാണ്, ഫിലിപ്പിയ സഭയെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയിൽ ഇനിയും പൂർത്തീകരിക്കുവാനുള്ള കുറച്ച് കാര്യമുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ എപ്പഫ്രാദിത്തോസിനെ അയച്ചത്. Amen. ആമേൻ. We see that now this arrival of Epaphroditus gave great comfort and encouragement to Paul. ഈ എപ്പഫ്രാദിത്തോസ് കടന്നു വന്നത് പൗലോസിന് വലിയ ആശ്വാസവും വലിയ പ്രോത്സാഹനവും നൽകുവാനായിട്ടിടയായി. Amen. ആമേൻ. Not only some good news about the church, but their love and their concern for Paul heard through him. ഈ സഭയെക്കുറിച്ചുള്ള കുറച്ച് നല്ല വാർത്തകൾ കേൾക്കുക മാത്രമല്ല, പകരം അവർക്ക് തന്നോടുള്ള സ്നേഹവും തന്നോടുള്ള കരുതലും ഈ എപ്പഫ്രാദിത്തോസിൽ നിന്ന് കേട്ടറിയുവാൻ പൗലോസിനിടയായി. My dear people of God, എൻ്റെ പ്രിയ ദൈവജനമേ, actually all people need to be encouraged, but especially missionaries, pastors, they also need to be encouraged. വാസ്തവത്തിൽ എല്ലാവർക്കും പ്രോത്സാഹനം ആവശ്യമാണ് ദൈവമക്കളെ. എന്നാൽ പാസ്റ്റർമാര്, മിഷണറിമാർ, അവർക്കും പ്രോത്സാഹനം ആവശ്യമാണ്. Amen. Amen. Look at this verse, chapter 2 verse 25. ഈ 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഒന്ന് നോക്കിയേ. Pastor Libu, can you read that? എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്നെനിക്ക് തോന്നി. Amen. ആമേൻ. Now Paul is sending Epaphroditus back to the church after many weeks of stay here in the prison. ഇപ്പോൾ ഈ വാക്യത്തിൽ നാം കാണുന്നത് കുറേ ആഴ്ചകൾ തന്നോടൊപ്പം കാരാഗ്രഹത്തിൽ സമയം ചെലവിട്ട എപ്പഫ്രാദിത്തോസിനെ മടക്കി ഫിലിപ്പിയ സഭയിലേക്ക് പൗലോസ് അയക്കുകയാണ്. Look here, he came here as a messenger, as a representative from the church. ഒന്ന് നോക്കണം, ആ സഭയുടെ ഒരു പ്രതിനിധിയായി, ഒരു ദൂത് വാഹകനായിട്ടാണ് ഈ എപ്പഫ്രാദിത്തോസ് പൗലോസിന്റെ അടുക്കൽ വന്നത്. Now see here what he became. എന്നാൽ ഇപ്പോൾ താൻ ഈ എപ്പഫ്രാദിത്തോസ് ആരായി മാറിയെന്നൊന്ന് നോക്കണമേ. Now here it says, meanwhile I thought I should send Epaphroditus back to you. He is a true brother, co-worker and a fellow soldier, and he was your messenger to help me in my need.
ഇവിടെ പൗലോസ് പറയുകയാണ്, ഈ എപ്പഫ്രാദിത്തോസ് എന്ന ഈ സഹോദരനെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ അയക്കുന്നു. അദ്ദേഹം എൻ്റെ സഹോദരനായിരുന്നു, എൻ്റെ കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രാദിത്തോസ്. He was a messenger in the beginning. First. അദ്ദേഹം വന്നപ്പോൾ ഒരു ദൂതുവാഹകനായിട്ടാണ് വന്നത്. Now for Paul, he became a true brother. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ എപ്പഫ്രാദിത്തോസ് ഒരു ശരിയായ സത്യ സഹോദരനായി മാറി. Amen. Like his own family, like a brother of own family. തന്റെ സ്വന്തം കുടുംബത്തിലെ അംഗം പോലെ, സ്വന്തം രക്തബന്ധമായ ഒരു സഹോദരനെ പോലെ പൗലോസിന് തോന്നി. There are many brothers in our church also like this. For us, no, all like the same, like the brotherly love. നമ്മുടെ ദേവദാസന്മാർക്കും ഈ സഭയിൽ അനേക സഹോദരങ്ങൾ ഇതുപോലെയാണ്, സ്വന്തം സഹോദരങ്ങളെ പോലെ ആ സഹോദര സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ്. And not only the true brother, but co-worker now. Now he became a co-worker. ഇവിടെ പൗലോസ് പറയുകയാണ്, ഇവൻ എനിക്ക് സഹോദരൻ മാത്രമല്ല, ഇപ്പൊ ഒരു കൂട്ടുവേലക്കാരനാണ്, എന്റെ കൂടെ വേല ചെയ്യുന്നത്. Now then he graduated to a fellow soldier. അതിനുശേഷം ഈ എപ്പഫ്രാദിത്തോസ് പിന്നെയും വളരുകയാണ്, ഒരു സഹഭടന്റെ കൂട്ടാവുകയാണ്. See how much this person became a blessing for Paul. പൗലോസിന് എത്രമാത്രം ഒരു അനുഗ്രഹമായി ഈ വ്യക്തി മാറിയെന്നൊന്ന് നോക്കണമേ. They sent him to Paul and now Paul is sending him back. ഫിലിപ്പിയ സഭ തന്റെ അടുക്കിലേക്ക് ഈ എപ്പഫ്രാദിത്തോസിനെ അയച്ചതാണ്. ഇപ്പോൾ പൗലോസ് അദ്ദേഹത്തെ മടക്കി അയക്കുകയാണ്. Chapter 2 verse 30 says he risked his life for the work of Christ and he was at the point of death while doing for me what you couldn't do from far away. പൗലോസ് 2-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ദൂരത്തിരിക്കുന്ന നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും ചെയ്യുവാൻ ഈ എപ്പഫ്രാദിത്തോസിന് കഴിഞ്ഞു. അത് ചെയ്യുന്നതിനിടയിൽ തൻ്റെ പ്രാണൻ പോലും താൻ വകവയ്ക്കാതെയാണ് ശുശ്രൂഷിച്ചത്. My dear church, എൻ്റെ പ്രിയ ദൈവസഭയെ, we all wish and expect pastors to call us and visit us. അത് നമ്മുടെ എല്ലാം ആഗ്രഹമാണ്, പാസ്റ്റർമാരെ നമ്മളെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, നമ്മളെ ഒന്ന് സന്ദർശിച്ചിരുന്നെങ്കിൽ എന്ന്. But let me ask you, എന്നാൽ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. how many of you encourage missionaries and pastors? നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ പാസ്റ്ററിനെയും നിങ്ങളുടെ മിഷണറിമാരെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട്? At least we can make a call. ഒരുപക്ഷെ ഒരു ഫോണെങ്കിലും വിളിക്കാൻ കഴിയും. And I know now we cannot visit each other. അതെ, എനിക്കറിയാം, തീർച്ചയായിട്ടും ഈ സമയത്ത് നമുക്ക് അന്യോന്യം സന്ദർശിക്കാൻ എളുപ്പമല്ല. Forget about visiting and risking life for them. ജീവിതം കൊടുത്ത് നിങ്ങൾ സന്ദർശിക്കുന്നതിനെ കുറിച്ച് മറന്നേക്ക്, കുഴപ്പമില്ല. Hallelujah. You know, pastors, we are called to serve you and we will do with the best of our ability. പാസ്റ്റർമാരായ ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവം ഞങ്ങളെ വിളിച്ചതാണ്, ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശുശ്രൂഷയിൽ വ്യാപൃതരാകാൻ ഞങ്ങൾ ശ്രമിക്കും. You know, even while in this last few months, നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി imagine the kind of meetings we all our brothers are coordinating and doing it. ഈ സമയത്ത് പല മീറ്റിങ്ങുകളും നമ്മുടെ സഹോദരങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ടല്ലോ. Amen. ആമേൻ. Daily devotions and many meetings over Zoom and many other meetings we are happening. എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമുക്ക് ഡിവോഷൻ ഉണ്ട്, പല സൂം മീറ്റിങ്ങുകൾ, പല മീറ്റിങ്ങുകൾ നമ്മൾക്ക് വേണ്ടി ഒരുക്കുന്നല്ലോ. At least we can honor by participating. നമുക്ക് ഇതിൽ പങ്കാളികളായി അതിനെ ബഹുമാനയോഗ്യമായി കരുതാൻ കഴിയും. Hallelujah. Hallelujah. Amen. Amen. So we are here to serve you, for concerned about your spiritual growth and also about your eternity. നിങ്ങളുടെ ആത്മീക പരിപോഷണത്തെക്കുറിച്ചുള്ള ചിന്തയോടെ, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യത്തോടെ നിങ്ങളെ ശുശ്രൂഷിപ്പാൻ ഞങ്ങൾ തയ്യാറാണ്. So let us encourage one another. എന്നാൽ നമുക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനിടയാണ്. Hallelujah. Hallelujah. There's a verse in Philippians chapter 2 verse 1 to 4. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. Pastor Libo, can you read that? ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐക്യമത്യപ്പെട്ട്, ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവന്റെ ഗുണം കൂടി നോക്കണം. Amen. ആമേൻ. Hallelujah. Hallelujah. Amen. I know you have already read that verse over the screen, so I don't want to tell that again. നിങ്ങളിത് വായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഭാഗം. Amen. Let us be of one mind and one accord. നമ്മൾ ഒരു മനസ്സുള്ളവരും ഐക്യമത്യപ്പെട്ടവരുമായിരിക്കാം. Amen. ആമേൻ. And for that needs humility. അതിന് നമുക്ക് താഴ്മ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. And to have humility,
താഴ്മ വേണമെങ്കിലോ we can learn from Jesus. യേശുവിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും. That is why the following verse says about Jesus. അതുകൊണ്ടാണ് ബാക്കിയുള്ള വാക്യങ്ങളിൽ യേശുവിനെ കുറിച്ച് പറയുന്നത്. Chapter 2 verse 5 says, let this mind be in you which was also in Christ Jesus. രണ്ടാം അധ്യായം അതിന്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിന്റെ അതേ മനോഭാവം നമുക്കും ഉണ്ടായിരിക്കട്ടെ. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Church, let us be like the church in Philippi. സഭയെ ഫിലിപ്പിയ സഭയെ പോലെ നമുക്കായി തീരാം. Encouraging, caring, appreciating and considering one another. മറ്റുള്ളവരെ കരുതുന്ന, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന, മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നവരായി നമുക്ക് മാറാം. That is what God expects from us. അതാണ് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്. That is what we need to do now. അതാണ് നാം ഇപ്പോൾ ചെയ്യേണ്ടത്. Encourage means to build one another. പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പണിയുക. May our phone calls and filled with words of appreciation and encouragement and edification to one another. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഫോൺ കോളുകൾ അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കട്ടെ, മറ്റുള്ളവരെ അവരെ ശ്രേഷ്ഠരെന്ന് കരുതുന്ന വാക്കുകളായിരിക്കട്ടെ. We are called to build, not to destroy. മറ്റുള്ളവരെ പണിയുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത്, തകർക്കുവാനല്ല. Say good words to people. മറ്റുള്ളവരോട് നല്ല വാക്കുകൾ പറഞ്ഞാൽ. Hallelujah. Hallelujah. Amen. Amen. Have the mind of Christ. ആ യേശുവിന്റെ അതേ മനസ്സുള്ളവരാവും. Let us put on the mind of Christ. ആ ക്രിസ്തുയേശുവിന്റെ അതേ മനസ്സ് നമുക്ക് ധരിക്കാം. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. Prefer one another. മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുവിൻ. Hallelujah. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. That is the quality of the second quality of this church. ഈ ഫിലിപ്പിയ സഭയുടെ രണ്ടാമത്തെ ഗുണവിശേഷം അതാണ്. And I'm coming to the last third quality. മൂന്നാമത്തെ ഗുണവിശേഷം ഇതാണ്. They were a giving church. അവര് കൊടുക്കുന്ന സഭയായിരുന്നു. Amen. ആമേൻ. Throughout this year, 10 years from AD 51 to 61, this church was very much involved in Paul's missionary work. പൗലോസിന്റെ ശുശ്രൂഷയിൽ 10 വർഷക്കാലം AD 51 മുതൽ AD 61 വരെയുള്ള 10 വർഷക്കാലം അവര് വളരെയധികം പൗലോസിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. The last chapter of this epistle, chapter 4, we can see the details about that. പ്രത്യേകിച്ച് അതിന്റെ 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിക്കാൻ കഴിയും. Let me highlight this unique partnership this church had with Paul. പൗലോസിനോട് ശുശ്രൂഷയിൽ അവർ കാണിച്ച ആ ഏക മനസ്സ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് വ്യക്തമാക്കട്ടെ. Amen. ആമേൻ. That was a unique relationship. അതൊരു പ്രത്യേകത നിറഞ്ഞ ബന്ധമായിരുന്നു. Chapter 4 verse 15 says like, 4-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം അത് പറയുന്നു. that at the first preaching of the gospel after I left Macedonia, no church shared with me in the matter of giving and receiving, but you alone. പൗലോസ് പറയുകയാണ്, ഫിലിപ്പ്യരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല. Amen. ആമേൻ. Philippi church, they were the best example of a missionary supporting church found in the New Testament. പുതിയ നിയമത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന, മാതൃകയാക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഒരു മിഷണറിമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സഭയായി ഫിലിപ്പിയ സഭയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Nothing like is said about church in Antioch or church in Jerusalem or Rome or any other church. റോമിലെ സഭയോ യെരുശലേമിലോ അന്ത്യോക്യയിലുള്ള സഭയെക്കുറിച്ച് ഇപ്രകാരം വേറെ ഒരു രേഖപ്പെടുത്തലുമില്ല. But this church, they were a giving church. എന്നാലോ ഈ ഫിലിപ്പിയ സഭ അവർ കൊടുക്കുന്ന ഒരു സഭയായിരുന്നു. For the gospel. സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നവരായിരുന്നു. Partnership in the gospel. ആ സുവിശേഷ വേലയിൽ അവർ പങ്കാളികളായി. Chapter 4 verse 10 to 14. 4-ാം അധ്യായം അതിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. For English you can look at the screen and Pastor Libu will read in Malayalam. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കുവാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുൻപേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു. How he was very open and genuine in writing this. പൗലോസ് ഇത് എഴുതുമ്പോൾ, ഈ ലേഖനം എഴുതുമ്പോൾ തുറന്ന് സംസാരിക്കുകയാണ്. Frankly speaking, I didn't want to share this. വാസ്തവത്തിൽ ഇതെനിക്ക് പറയാൻ താല്പര്യമുണ്ടായിരുന്നില്ല. But it was like the Lord was speaking to me. Paul was very genuine at least. എന്നാൽ ദൈവം എന്നോട് ഇത് സംസാരിക്കുകയായിരുന്നു. പൗലോസ് ഇത് തുറന്ന് പച്ചയ്ക്ക് എഴുതുകയാണ്. Let us read that. അതുകൊണ്ട് നമുക്കിത് ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിക്കുവാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുൻപേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിക്കുവാനും സമൃദ്ധിയിലിരിക്കുവാനും എനിക്കറിയാം. തൃപ്തനായിരിക്കുവാനും വിശന്നിരിക്കുവാനും സമൃദ്ധിയിൽ ഇരിക്കുവാനും ബുദ്ധിമുട്ട് അനുഭവിക്കുവാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി. Amen. ആമേൻ. Hallelujah. Paul is not writing to
get something. പൗലോസ് എന്തെങ്കിലും പണം ലഭിക്കേണ്ടതിന് വേണ്ടി എഴുതുകയല്ല. Amen. He's telling not that I have a need now. പൗലോസ് പറയാണ്, ഇപ്പോൾ ആവശ്യമുള്ളത് കൊണ്ടല്ല ഞാൻ ഇത് എഴുതുന്നത്. I've learned how to be content with whatever I have. എനിക്ക് ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിക്കുവാൻ ഞാൻ പഠിച്ചിരിക്കുന്നു എന്ന് He പൗലോസ് says, പറയുക. I know how to live almost in nothing or with everything. എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് He says, പൗലോസ് I have പറയുക. learned the secret of living in every situation, എല്ലാ സാഹചര്യത്തിലും ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. plenty or little. ആ അധികമുണ്ടെങ്കിലും കുറച്ചുണ്ടെങ്കിലും He says, I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. He says, even so, you have done well to share with me in my present difficulty. എങ്കിലും എന്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ചത് നന്നായി എന്ന് പൗലോസ് പറയുകയാണ്. Here, verse 15 to 16, he says like this. 15-16 വാക്യങ്ങൾ താൻ ഇങ്ങനെ പറയുന്നു. Pastor Libo, you can read that. ഫിലിപ്പ്യരെ, സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയയിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങൾ അറിയുന്നു. What an encouragement. എത്ര ശ്രേഷ്ഠമായ ഒരു പ്രോത്സാഹനമാണ്. They were always supporting Paul and his ministry activities. എപ്പോഴും ഈ ഫിലിപ്പിയ സഭ പൗലോസിനെയും തന്റെ ശുശ്രൂഷ ദൗത്യങ്ങളെയും Next പ്രോത്സാഹിപ്പിക്കുന്നവരായിരുന്നു. word, even 16 വാക്യം, തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല. he's telling them, he's making it very clear. ഇവിടെ പൗലോസ് വളരെ വ്യക്തമായിട്ട് ഇത് I don't വ്യക്തമാക്കുകയാണ്. say this because I want a gift from you. ഞാൻ ഒരു ദാനം ആഗ്രഹിക്കുന്നത് കൊണ്ടല്ല ഇത് എഴുതുന്നത്. Rather, I want you to receive a reward for your kindness. എന്നാലോ നിങ്ങളുടെ കണക്കിലേക്ക് ഏറുന്ന ഫലം അത്രേ ഞാൻ ആഗ്രഹിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. NASB says like this, not that I seek the gift itself, but I seek for the profit which increases to your account. പൗലോസ് പറയുകയാണ്, മറ്റൊരു വേർഷനിൽ NASB വേർഷനിൽ പറയുകയാണ്, ഞാൻ നിങ്ങളിൽ നിന്ന് ദാനം ആഗ്രഹിച്ചിട്ടല്ല, പകരം നിങ്ങൾക്ക് പ്രയോജനകരമാകുവാൻ തക്കവണ്ണം ഇത് ഇടയായി തീരട്ടെന്ന് ഞാൻ This ആഗ്രഹിക്കുകയാണ്. passage reveals an important truth. ഈ വചനം നമ്മളെ ഒരു സത്യം പഠിപ്പിക്കുകയാണ്. This is more than a financial transaction between two parties. ഇത് രണ്ടുപേര് തമ്മിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല, There's a third party involved here. He is God. ഇതിന്റെ മധ്യേ പങ്കെടുക്കുന്ന മൂന്നാമതൊരാളുണ്ട്. അത് മറ്റാരുമല്ല, ദൈവം തന്നെയാണ്. Amen. ആമേൻ. He is the accountant, the great accountant who gives the Philippian church credit in their heavenly account for supporting Paul. പൗലോസ് പറയുകയാണ്, പൗലോസിന് ഈ ദാനം നിങ്ങൾ അയച്ചു കൊടുക്കുമ്പോൾ ഫിലിപ്പ്യരെ, നിങ്ങളുടെ കണക്ക് സൂക്ഷിക്കുന്ന സ്വർഗീയ കർത്താവുണ്ട്. ഈ ദൈവമാണ് നിങ്ങളുടെ സ്വർഗീയ നിക്ഷേപങ്ങളിലേക്ക് ഇത് വരവ് വെക്കുന്നത്. Hallelujah. Hallelujah. He says like this, your gift is like a sweet aroma. Your attitude is like a sweet aroma, sweet smelling sacrifice that is acceptable and pleasing to God. This in verse 18. 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇങ്ങനെയാ പറയുന്നത്, ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്, സമൃദ്ധിയുമായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പഫ്രാദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. Hallelujah. Hallelujah. And Paul is telling now, my God shall supply all your needs according to his riches in glory by Christ Jesus. അപ്പോഴാണ് പൗലോസ് പറയുന്നത്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. Paul is telling now I am full. ഈ പൗലോസ് പറയാം, ഇപ്പോൾ ഞാൻ നിറഞ്ഞിരിക്കുകയാണ്. Through the gift that you sent through Epaphroditus, now I received, I am very full. I am no need of anything right now. പൗലോസ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് അയച്ചു തന്ന ദാനം എപ്പഫ്രാദിത്തോസിന്റെ കയ്യിൽ കൊടുത്തു വിട്ടത് എനിക്ക് എല്ലാം ഇപ്പോൾ ഉണ്ട്, ഞാൻ നിറഞ്ഞിരിക്കുകയാണ്. Hallelujah. It is like a sweet smelling aroma before the Lord. പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഈ ദാനം ദൈവത്തിന് മുൻപാകെ ഒരു സൗരഭ്യവാസനയാണ്. It is pleasing to God. അത് ദൈവത്തിന് പ്രസാദമാണ്. God accepted this offering. ദൈവം നിങ്ങളുടെ ഈ ദാനത്തെ അംഗീകരിച്ചു, സ്വീകരിച്ചു. My God shall supply all your need. എന്നിട്ടോ എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തീർത്തു തരുമെന്ന് പൗലോസ് പറയുകയാണ്. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. I want to testify and encourage people here in the body of Christ, here in this church. All of you are sacrificially giving for the gospel. ഞാൻ നിങ്ങളെ ഓർത്ത്
ഓർത്ത്, നിങ്ങളിൽ പലരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ത്യാഗപരമായി നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. I can testify this church is like the Philippi church. എനിക്ക് സാക്ഷ്യം പറയാൻ കഴിയും, ഈ സഭ, നമ്മുടെ സഭ ഫിലിപ്പിയ സഭയെ പോലെ ഒരു സഭയാണ്. Through your sacrificial offerings, pastors and many missionaries are being encouraged and supported. ത്യാഗപരമായി നിങ്ങൾ നൽകിയ ദാനങ്ങൾ നിമിത്തം അനേക മിഷണറിമാർക്ക്, അനേക പാസ്റ്റർമാർക്ക് അത് അനുഗ്രഹമായിട്ടുണ്ട്. In the midst of this great difficulty, your generosity has blessed many missionaries. ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും നിങ്ങളുടെ ഔദാര്യമായ ദാനങ്ങൾ അനേകർക്ക് നന്മയായി പരിണമിച്ചിട്ടുണ്ട്. Truly you are storing up treasures in heaven. തീർച്ചയായും നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സ്വരൂപിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. May the Lord bless you for what you are doing. It is a sweet smelling aroma before God. നിങ്ങൾ ചെയ്യുന്നത് ദൈവം സംതൃപ്തനാണ്. അത് ദൈവത്തിന് മുൻപാകെ ഒരു സൗരഭ്യവാസനയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Let me conclude here. ഞാൻ ഇവിടെ നിർത്തട്ടെ. Here we saw the three qualities of this church. ഇവിടെ നമ്മൾ ഫിലിപ്പിയ സഭയുടെ 3 ഗുണവിശേഷങ്ങൾ കാണുവാനിടയായി. They prayed for Paul. അവർ പൗലോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. They encouraged, they cared for Paul. അവർ പൗലോസിന് വേണ്ടി പ്രോത്സാഹനവും കരുതലും നൽകി. They financially supported his ministry. അവർ സാമ്പത്തികമായി പൗലോസിന്റെ ശുശ്രൂഷയ്ക്ക് പങ്കാളികളായി. Amen. ആമേൻ. Let us be like this Philippian church. നമുക്ക് ഈ ഫിലിപ്പിയ സഭയെ പോലെ ആയിത്തീരാം. A church that is seeking God's kingdom. ദൈവത്തിന്റെ രാജ്യത്തെ മാത്രം അന്വേഷിക്കുന്ന ഒരു സഭ. A church that is truly functioning as a body of Christ. കർത്താവിന്റെ ശരീരം എന്നുള്ള നിലയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സഭ. A church that God desires. ദൈവം ആഗ്രഹിക്കും പ്രകാരമുള്ള സഭ. Partnering in the gospel. സുവിശേഷത്തിൽ പങ്കാളികളാകുന്ന സഭ. In prayer. പ്രാർത്ഥനയിൽ അവർ In നിറഞ്ഞിരുന്നു. encouraging one another. മറ്റുള്ളവരെ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നു. Having the same mind of Christ. ക്രിസ്തുവിന്റെ അതേ മനോഭാവമുള്ളവരായി. One accord, in one mind, in one heart. ഏക മനസ്സും ഏക ആത്മാവും ഏക ഹൃദയവുമുള്ളവരായി അവർ പ്രവർത്തിച്ചു. And a church with generosity. വളരെ ഔദാര്യമായി കൊടുക്കുന്ന ഒരു സഭ. Concerned about missionaries and the work of God's kingdom. ദൈവരാജ്യത്തിന്റെ വേലയും ദൈവദാസന്മാരെ കുറിച്ച് കരുതലുള്ള സഭ. I pray this morning. ഞാൻ ഇന്ന് ഈ പകൽക്കാലം പ്രാർത്ഥിക്കുകയാണ്. The Lord shall supply all your needs ദൈവം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നൽകി നടത്തുമാറാകട്ടെ. according to his riches. തന്റെ ധനത്തിനൊത്തവണ്ണം ദൈവം ചെയ്യട്ടെ. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. How many of you have received this word? എത്ര പേര് ഈ വചനത്തെ സ്വീകരിക്കും? How many of you desire, I want to be like this church? നിങ്ങൾ എത്ര പേര് ആഗ്രഹിക്കുന്നു, കർത്താവേ ഈ സഭയെ പോലെ എനിക്കായി തീരണം? The first day until now, this church, Paul was telling about them, they were partnering, they fellowship the gospel. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെ പരിചയപ്പെട്ട ആദ്യ ദിവസം മുതൽ ഇന്ന് വരെയും നിങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ എന്നോടൊപ്പം പങ്കാളികളായി. Amen. ആമേൻ. Hallelujah. ഹല്ലേലൂയ. My dear church, എൻ്റെ പ്രിയ ദൈവസഭയെ, let us be like this precious people. നമുക്ക് ഈ വിലയേറിയ ദൈവമക്കളെ പോലെ ആയിത്തീരാം. Hallelujah. ഹല്ലേലൂയ. Shall we close our eyes? നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Heavenly Father, we thank you for today. സ്വർഗീയ പിതാവേ, ഈ ദിവസത്തിനായി നന്ദി പറയുന്നു. Lord, we learned from this church in Philippi കർത്താവേ, ഫിലിപ്പിയ സഭയിൽ നിന്ന് ഞങ്ങൾ പഠിച്ചുവല്ലോ many qualities, but the three main qualities. കർത്താവേ, ആ 3 ഗുണവിശേഷങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ. They were praying people. അവർ പ്രാർത്ഥിക്കുന്ന They ജനതയായിരുന്നല്ലോ. were people who encouraged one another അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു through കൂട്ടമായിരുന്നു. their words and actions. അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും കൂടി അവർ അങ്ങനെ ചെയ്തല്ലോ. Also, they were a giving church. അവർ കൊടുക്കുന്ന ഒരു സഭയായല്ലോ. They supported your work, Lord. കർത്താവേ, അങ്ങയുടെ രാജ്യത്തെ അതിന്റെ വേലയാണല്ലോ അവർ And പങ്കാളികളായത്. it was pleasing before you. അത് അങ്ങേക്ക് പ്രസാദമായിരുന്നല്ലോ. Father, I pray that this church, all those who are listening us, I pray that you shall supply all their needs according to your riches, your standard. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ, ഞങ്ങളെ കേൾക്കുന്ന ഇതിന്റെ ഓരോ പ്രിയ മക്കൾക്കും അവരുടെ ആവശ്യങ്ങളെ ക്രിസ്തുയേശുവിന്റെ ധനത്തിനൊത്തവണ്ണം അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Whatever they need may be, Lord. കർത്താവേ, അവരുടെ ആവശ്യം എന്ത് തന്നെ Whether ആയിരുന്നാലും, it is emotional or physical need. കർത്താവേ, അത് ശാരീരികമോ മാനസികമോ ആവശ്യമാണെങ്കിൽ പോലും, Anyone need a healing in their bodies. ശരീരത്തിൽ സൗഖ്യം ആവശ്യമുള്ളവർക്ക് വേണ്ടി കർത്താവേ, Father, I pray that you shall supply കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് അവർക്ക് നൽകണമേ. divine power and healing in the name of Jesus. കർത്താവേ, ദൈവിക ശക്തിയും സൗഖ്യവും You നൽകുമാറാകണമേ. shall supply peace. അങ്ങ് സമാധാനം നൽകി തൃപ്തരാക്കണമേ. The peace of God guard their hearts through Christ Jesus. ക്രിസ്തുയേശുവിൽ കൂടി അവരുടെ ഹൃദയങ്ങളുടെ മേൽ അങ്ങയുടെ സമാധാനം വാഴണമേ. Let them be anxious for nothing, Lord. കർത്താവേ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുവാനിടയാകല്ലേ. Let them be always praising and thanking you always. കർത്താവേ, അങ്ങേ എപ്പോഴും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരായി തീരട്ടെ നിന്റെ മക്കൾ. Pray your shalom be filled.
കർത്താവേ, നിന്റെ സമാധാനത്താൽ അങ്ങ് നിറയ്ക്കണമേ. Thank you for hearing our prayers. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. Amen. ആമേൻ. In Jesus' name. യേശുവിൻ നാമത്തിൽ തന്നെ. Hallelujah. ആമേൻ. Hallelujah. ഹല്ലേലൂയ. Have a blessed week with Jesus. യേശുവിനോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ഒരാഴ്ച ദൈവം Clap നൽകുമാറാകട്ടെ. your hands and give all glory to Jesus. കരങ്ങളടിച്ച് ദൈവത്തിന് സകല മഹത്വം നൽകിയാട്ടെ. Be like this praying church, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായി തീരാം. encouraging church, അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നവരായി, giving church, കൊടുക്കുന്ന സഭയായി, beloved of the Lord. ദൈവത്തിന് പ്രസാദമുള്ളവരായി തീരാം. ആമേൻ. കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനം വഴിയിൽ വീണത് വിത്തുകളായി തീരാതെ, പാറസ്ഥലത്ത് വീണ വിത്തുകളായി തീരാതെ, മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്തുകളായി തീരാതെ, നല്ല നിലത്ത് വീണ വിത്തുകളായി നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സഭയായി, കരുതുന്ന ഒരു സഭയായി, കർത്താവേ, അങ്ങയുടെ വേലയ്ക്കായി കൊടുക്കുന്ന ഒരു സഭയായി അവിടുന്ന് ഞങ്ങളെ കണ്ടിരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. അതിൽ ഞങ്ങൾ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. നിങ്ങളൊരു ഫിനാൻഷ്യൽ പ്രോസ്പെറിറ്റി എല്ലാവർക്കും ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ എല്ലാവർക്കും സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്നേഹത്താൽ കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവ സ്നേഹത്താൽ പ്രാർത്ഥിക്കുവാൻ കർത്താവെ കൃപ അവിടുന്ന് ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവരെ എന്നേക്കും ഉണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലസ്സഡ് വീക്ക്. Oh, I have to make omelette for Danu Imma today for breakfast. Imma, can you come here, Mane? No, huh? Can you just bring your egg from the fridge, please? Okay. There you go, Mama. Oh, I'm so sorry, Mama. I just a little tight. Okay. It's okay, Imma. Let me tell you something. See, egg is a very delicate thing. You should hold it always with gentleness. Do you understand? Okay, go wash now. Oh, children, that reminds me. Today's classes are, yes, fruits of the Holy Spirit. Which one? Gentleness. So today we're going to study about gentleness. But before that, let's praise and worship. And all our diligent children say, oh, yes. The fruit of the Spirit's not a coconut. Fruit of the Spirit's not a coconut. If you want to be a coconut, you might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Oh, the fruit of the Spirit's not a banana. The fruit of the Spirit's not a banana. You wanna be a banana? You might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Oh, the fruit of the Spirit's not a watermelon. The fruit of the Spirit's not a watermelon. You wanna be a watermelon? You might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Oh, the fruit of the Spirit's not a lemon. The fruit of the Spirit's not a lemon. You wanna be a lemon? You might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Oh,
of the Spirit's not a cherry. The fruit of the Spirit's not a cherry. If you wanna be a cherry, you might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Okay, everybody knows that grapes come in bunches, so everybody get in big bunches. The fruit of the Spirit's not a grape. The fruit of the Spirit's not a grape. You wanna be a grape, you might as well hear it. You can't be a fruit of the Spirit, cause the fruit is love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. The fruit is love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Love, joy, peace, patience, kindness, goodness, faithfulness, and gentleness, and self-control. Hello, Junior Church. For the past few weeks, you were learning about the fruit of the Spirit. You learned about love, joy, peace, patience, kindness, goodness, and faithfulness. And today, you will be learning about gentleness. So, what is gentleness? Gentleness is the quality of being kind and careful. It is when we use soft touches or soft voices. It shows that we care for people or things. Imagine you have a treasure with you and you will handle it very carefully, such a way that it is not damaged or broken, right? So there are some things in our life that we should be gentle with and some things that we need not be gentle with. Let me show you some examples. See, Karen is kicking a ball really hard. You don't need to be gentle with the ball. Now, Shannon is squeezing a lemon to get the lemon juice. You don't need to be gentle with a lemon or a squeezer. Now, Zach is hitting a cock with a badminton racket. You need not be gentle while using a badminton racket either. Now, let me show you some examples where you should deal things very gently. Nessa is holding her baby brother. She is holding him very gently, otherwise the baby will get hurt. Likewise, while holding a chick, you should be very gentle. You shouldn't squeeze it. Now, Joanna is carefully keeping a glass of water. What happens if she is not being gentle? It might fall and break. People's feelings are also like this. You should be gentle with them while you're dealing with it. If you're being harsh or rude with your parents or your siblings, you're hurting them. You shouldn't do it. God loves everyone and He wants us to take care of everything with gentleness and care. So, gentleness is like handling a balloon. If you're not handling it gently, you might pop it and you will not be able to enjoy it or play with it. So, are you bullying animals? No, you shouldn't do it. Animals are God's creation. You should be gentle with it. And you should be gentle with your toys too, so that you can play it nicely and for a long period. Now, I'll show you two situations where the children are not being gentle. Here, Shalom and Shama are playing and the mother is working really hard. They are not even bothered to help their mother. This is not good. They are not being gentle. Now you can see Iron is writing her homework and Iron comes and snatches the pencil from her and runs away. Very bad. Iron gets angry with her brother. Now let's see how the situations changed when the kids behaved gently. Now see, when the children picked up the clothes and gave it to their mother, she became very happy. She hugged them, kissed them and said thank you. Thus they made their mother happy. Now Aaron comes and asks gently to his sister for a pencil. She happily gives him a pencil and both of them are very happy. So this is what happens when you are being gentle with the people around you. You will bring happiness into their lives. When you see someone upset, you can go to them and you can encourage them with your gentle words, or you can pray for them, or you can help them if they need any help. So now let's see a Bible story where Jesus showed gentleness to a sinful woman. Now what is sin? Sin is bad word, bad thought and bad action. So the woman was doing something bad and the Pharisees caught her and brought her to Jesus. Now let's see what happened.
Chapter 8. Jesus went unto the Mount of Olives. And early in the morning he came again into the temple, and all the people came unto him, and he sat down and taught them. And the scribes and Pharisees brought unto him a woman taken in adultery. And when they had set her in the midst, they say unto him, Master, this woman was taken in adultery, in the very act. Now Moses in the law commanded us that such should be stoned. But what sayest thou? This they said, tempting him, that they might have to accuse him. But Jesus stooped down, and with his finger wrote on the ground, as though he heard them not. So when they continued asking him, he lifted up himself and said unto them, He that is without sin among you, let him first cast a stone at her. And again he stooped down and wrote on the ground. And they which heard it, being convicted by their own conscience, went out one by one, beginning at the eldest, even unto the last. And Jesus was left alone, and the woman standing in the midst. When Jesus had lifted up himself, and saw none but the woman, he said unto her, Woman, where are those thine accusers? Hath no man condemned thee? She said, No man, Lord. And Jesus said unto her, Neither do I condemn thee. Go and sin no more. So, Pharisees were the religious leaders during that time. They actually brought the adulterous woman to Jesus in order to test him. But when they asked Jesus what they should do with the woman, Jesus didn't reply anything. Instead, he started writing something on the ground. Then again they asked him what they should do with the woman. Then Jesus lifted up his head and he said to them, Let any one of you who haven't committed any sin can cast the first stone. So everyone got scared because there was no one who haven't committed any sin. So one by one they began to leave the place. And then at last Jesus and the woman was left alone. So now Jesus lifted up his head again and he asked the woman, Woman, where are your accusers? Didn't they punish you? The woman said no. So Jesus said, okay, I'm also not going to punish you. So here the woman was a sinner and she was actually supposed to be put to death. But instead of being rude at her or being harsh at her, Jesus showed gentleness to her. Jesus loves us even when we make mistakes. So this is why we have to practice being gentle to the people around us. I hope you all will try to be gentle with your parents, with your siblings, with your toys, with your pets, and all God's creation. So now let's see what the memory verse is. The memory verse is, be completely humble and gentle, be patient, bearing with one another in love. It means that you should be gentle even when people are rude to you. You should show gentleness to everyone around you. So now let's pray. Kalia will lead us in prayer. Thank you, Lord, for this beautiful day. Thank you, Lord, for being gentle with us even when we make mistakes. Help us to be gentle with others as you are gentle with us. Help us remember how precious are the people around us and treat them with care. In Jesus' name I pray. Amen.